ഗുഡ് ആഫ്റ്റർനൂൺ. ആർട്സ് കോളേജ് സംഘടിപ്പിച്ചിരിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ രണ്ടാം വോളിയം, അതിൻ്റെ രണ്ടാം ദിനമാണ് ഇന്ന് ഈ വേദിയിൽ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ജുഡീഷ്യൽ ആക്ടിവിസവും ജനാധിപത്യവും വളരെ കാലപ്രസക്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. പക്ഷേ പരിമിതമാണ് സമയം, 1 മണിക്കൂറാണ്. വളരെ പ്രസക്തമായ വ്യക്തികളാണ് എൻ്റെ മുന്നിലുള്ളത്. അവർക്ക് വലിയ കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും വളരെ പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് പറയേണ്ടത് കൊണ്ട് തന്നെ വലിയ മുഖവരയും ഒന്നും പോകാതെ നേരെ അതിലേക്ക് കടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജയശങ്കർ സാറെ സംബന്ധിച്ച് വളരെ ഹാസ്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയ നിരൂപണ രംഗത്താണ് വളരെയേറെ ശ്രദ്ധേയമായി സാറിൻ്റെ അഭിഭാഷകനിലുപരി രാഷ്ട്രീയ രംഗത്ത്, നിരൂപണ രംഗത്ത് ഏതൊരു വ്യക്തിയായാലും തൻ്റെ അഭിപ്രായം വളരെ വ്യക്തിത്വത്തോടെ വളരെ ദൃഢമായ രീതിയിൽ തുറന്നു പറയുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ ചെയ്യുമ്പോൾ സാറത് പ്രകടിപ്പിക്കും. അതുപോലെ ഷിനാസ് സാറ് എൻ്റെ സഹപ്രവർത്തകനാണ്. ഒരുപക്ഷെ സാറ് നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെ തൻ്റേതായ അഭിപ്രായങ്ങളും ലേഖനങ്ങളിലൂടെയൊക്കെ തന്നെ ശ്രദ്ധേയമായ വ്യക്തിയാണ്. അതുപോലെ തന്നെ ആശാ ഉണ്ണിത്താൻ മഠം എത്തും, ഒരു ട്രാഫിക്കിൽ കുരുങ്ങിയിരിക്കുകയാണ്. അവരും മാധ്യമ രംഗത്തിലുപരി അഡ്വക്കേറ്റ് ആണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞ വ്യക്തിത്വങ്ങളാണ്. 3 പേരുമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, ജനാധിപത്യം, ജുഡീഷ്യൽ ആക്ടിവിസം, ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ജുഡീഷ്യറി ഉണ്ട് നമുക്കറിയാം. അതുപോലെ തന്നെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അതുപോലെ മീഡിയ, പ്രസ് പ്രധാനപ്പെട്ട ഒരു റോൾ ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം ഏതാണ്ട് 75 വർഷം, 7.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ഒരുപക്ഷേ സ്വാതന്ത്ര്യ സമരാനന്തരം ഒരു ഭരണഘടന സൃഷ്ടിക്കപ്പെട്ടു. ആ ഭരണഘടന എന്നുള്ളത് ലോകത്തെ ഏറ്റവും ദൃഢമായ, ഏറ്റവും ശക്തമായ, ഏറ്റവും വലിപ്പമുള്ള ഭരണഘടന, ഏറ്റവും ജനങ്ങളുള്ള, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടന. അന്ന് ആ ഭരണഘടന നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാതാക്കൾ പറഞ്ഞത്, ഈ ഭരണഘടന നിലവിൽ വന്ന് 20 വർഷം പിന്നിടുമ്പോൾ ഈ ഭരണഘടന എന്താണോ വിഭാവന ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. 7.5 പതിറ്റാണ്ടുകൾ പിന്നിടുന്നു, വർഷങ്ങൾ ഒരുപാട് നീണ്ടുപോയി. നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യം സംവിധാനം ഇന്ന് ഭരണഘടനയിൽ അധിഷ്ഠിതത്തിലെത്തിയില്ല എന്ന് മാത്രമല്ല, വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും അതിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ് ഒരു പക്ഷേ അതിനെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യം നമ്മുടെ രാഷ്ട്രീയ രംഗം വല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യണം. അവിടെയാണ് ജുഡീഷ്യറിയുടെ ഒരു റോള് വരുന്നത്. കാരണം രാഷ്ട്രീയ രംഗത്ത് വന്ന മാറ്റങ്ങൾ, അപജയങ്ങൾ ജുഡീഷ്യറി സ്വാധീനിച്ചു. 80കൾക്ക് ശേഷം മലയാളി കൂടിയായ ജസ്റ്റിസ് VR കൃഷ്ണയെ പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ പല ന്യായാധിപന്മാരും ഈ രംഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും അങ്ങനെ ജുഡീഷ്യറി നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി മാറി. പിന്നീട് സമീപകാലത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ജുഡീഷ്യറി ഭാഗത്തുനിന്നുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് നമ്മുടെ ഭരണഘടനയുടെ 9th ഷെഡ്യൂൾ 9ാം ഭാഗത്തിൽ ഏതെങ്കിലും ഒരു നിയമം ഗവൺമെൻറ് പാസ്സാക്കി ഉൾപ്പെടുത്തിയാൽ അത് പിന്നെ ജുഡീഷ്യറി നീതിന്യായ പുനഃപരിശോധന ഭാഗത്ത് വരികയില്ലെന്നും അത് ഒതന്റിക്കായി നിൽക്കുമെന്നുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുപ്രീം കോടതി, പരമോന്നത കോടതി പറഞ്ഞു, നിങ്ങൾ 9th ഭാഗത്ത് ഉൾപ്പെടുന്ന ഒരു നിയമവും ഭരണഘടനാ വിധേയമല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അത് അസാധുവാക്കാനുള്ള അധികാരം കോടതിക്കുണ്ട് എന്നുള്ള വളരെ ദൃഢമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും വന്നത് ഒരുപക്ഷെ കുറച്ച് ആശ്വാസം നൽകുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും അവിടെയും ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ജുഡീഷ്യറി പൂർണ്ണമായും നിയമ സംവിധാനത്തിൽ അധിഷ്ഠിതമാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ റേസ് ചെയ്യപ്പെടുന്നുണ്ട്. കാര്യം ഉന്നത കോടതികളിലേക്ക് കൊളീജിയം അടക്കം സംവിധാനങ്ങൾ വരുമ്പോഴും പാരമ്പര്യ അധിഷ്ഠാനത്തിൽ ജഡ്ജിമാർ വരുന്ന സംവിധാനമുണ്ട്. അതുപോലെ ലോവർ കോർട്ടുകളിൽ മുനിസിപ്പും മറ്റും വരുന്ന സമയത്ത് വെറുതെ ഞാൻ 1-2 എൻ്റെ സുഹൃത്ത് ജഡ്ജിയായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്, ജസ്റ്റ് ലോ കഴിഞ്ഞ് അവർ മിടുക്കരാണ്, പിന്നീട് കോച്ചിങ് സെൻറ്ററിലേക്ക് പോവുകയാണ്. കോച്ചിങ് സെൻറ്ററിൽ നിന്ന് ശക്തമായ 1-2-3 വർഷത്തെ ട്രെയിനിങ്ങിലൂടെ അവർ നേരെ മുനിസിപ്പൽ മറ്റ് കോടതിയിലേക്ക് എത്തുന്നു. പക്ഷേ അവർക്ക് സാമൂഹ്യമായ വീക്ഷണമോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനം ഇല്ല എന്ന് ലോവർ കോർട്ടിനെ കുറിച്ചുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ എൻ്റെ കൈ നന്നായിട്ട് സാറിന് അറിയാം. അങ്ങനെയുള്ള ഒരുപാട് വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിമർശനങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന കോടതി, വിമർശനങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന ജനാധിപത്യ സംവിധാനത്തെ എങ്ങനെ സമ്പുഷ്ടമാക്കുമെന്നുള്ള ഒരു പ്രസക്തമായ ക്വസ്റ്റ്യൻ കൂടി നിലനിൽക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ചർച്ചയിലേക്ക് വരാം. എനിക്ക് ആദ്യമായി ജയശങ്കർ സാറിനോടാണ് ചോദിക്കാനുള്ളത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജുഡീഷ്യൽ ആക്ടിവിസം, ഇത് നമ്മൾ മാത്രം കണ്ടുപിടുത്തമൊന്നുമല്ല, അമേരിക്കയിലൊക്കെ തന്നെ വളരെ കാലഘട്ടങ്ങളായി നിൽക്കുന്ന സംവിധാനമാണ്. ഈ ജുഡീഷ്യറി പെർഫെക്റ്റായി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഇടപെടുന്നതിലൂടെ
ഒരുപക്ഷെ പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ശക്തമായ അടിത്തറ പായിക്കൊണ്ട് ശക്തമായ ഇടപെടലിലൂടെ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തെ സമ്പുഷ്ടമാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആദ്യമായിട്ട് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. അതിൻ്റെ മറുപടിയിലൂടെ തുടങ്ങാം. ഹലോ. അല്ല, ഇതിൻ്റെ ഉത്തരം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് ഈ ഭരണഘടനാ നിർമ്മാതാക്കളിൽ പ്രമുഖനായിരുന്ന സർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, അദ്ദേഹം മദ്രാസിലെ പേര് കേട്ട ഒരു വലിയ അഭിഭാഷകനായിരുന്നു. അദ്ദേഹം കൊടുത്ത മറുപടി, ലോകത്തിലെ ഏറ്റവും ശക്തമായ നീതിന്യായ കോടതി ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ്. ഇത് 49-50 കാലത്തെ ഒരു വീക്ഷണമാണ്. അന്നത്തെ സുപ്രീം കോടതി അല്ലല്ലോ ഇന്നത്തെ സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ അധികാര അവകാശങ്ങൾ ഗണ്യമായിട്ട് വർദ്ധിച്ചു, അഥവാ മറ്റ് സംവിധാനങ്ങളുടെ ശക്തി താരതമ്യേന കുറഞ്ഞു. ഇപ്പോൾ ബ്രിട്ടനിലോ യൂറോപ്പിലെ വേറെ ഏതെങ്കിലും രാജ്യത്തോ അവിടുത്തെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം അസ്ഥിരപ്പെടുത്താനുള്ള അധികാരം കോടതിക്ക്. പാർലമെൻറ്റാണ് പ്രധാനം, പാർലമെൻറ്റിനാണ് പരമാധികാരം. പക്ഷേ ഇതിൽ ചെറിയ ഒരു അപവാദമുള്ളത് അമേരിക്കയിൽ മാത്രമാണ്. അമേരിക്കയിൽ തന്നെ ഭരണഘടനയിൽ അത് സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ആദ്യകാലത്ത് തന്നെ ജസ്റ്റിസ് ജോൺ മാർഷൽ, അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് മാഡിസൺ വേഴ്സസ് മർബറി എന്നൊക്കെയുള്ള കേസിൽ അങ്ങനെ ഒരു അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞ സംഗതി വരും. അത് പിന്നീട് സുപ്രീം കോടതി പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. പല കേസുകളും വളരെ പ്രസിദ്ധമാണ്. ചിലപ്പോൾ വളരെ തെറ്റായിട്ടുള്ള വിധികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കറുത്ത വർഗ്ഗക്കാർ അമേരിക്കൻ പൗരന്മാരല്ല എന്ന വിധി ഡ്രഡ് സ്കോട്ട് എന്ന് പറഞ്ഞ കേസിലാണ്. അതിനുശേഷമാണ് ഈ സിവിൽ വാറൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ലോകത്തെല്ലായിടത്തും സംഭവിക്കാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ പോലെയല്ല, അവിടെ കോടതി വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ്. റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ഇരിക്കുന്ന സമയത്ത് വരുന്ന ജഡ്ജിമാരും ഡെമോക്രാറ്റ് പ്രസിഡന്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ജഡ്ജിമാരും അവർ 2 ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു പ്രസിഡന്റ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തലവേദന എന്ന് വെച്ചാൽ എതിർഭാഗത്തുള്ള ആളുകളാണ് കൂടുതൽ ജഡ്ജിമാരായിട്ടുള്ളതെങ്കിൽ അത് പ്രയാസവും. പിന്നെ മാത്രമല്ല ഇവിടുത്തെ പോലെയല്ല, ജഡ്ജിമാർ മരിക്കണവരെയാണ്. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട്. ഇവിടെ ഒരുത്തരെ പിടിച്ച് കയറ്റിയാൽ 65 വയസ്സിൽ പോകും എന്ന സമാധാനമുണ്ട്. അവിടെ അങ്ങനെ ഒരു സമാധാനമില്ല. ഇവനെന്ന് മരിക്കുന്നു നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, പക്ഷേ ഇന്ത്യയിൽ ഇത് ഭരണഘടനയിൽ തന്നെ ഈ ഒരു അധികാരം കൊടുക്കും. അതുകൊണ്ടാണ് കോടതിക്ക് ഇത്ര അധികാരം. ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത പോലെയുള്ള അധികാരം ഇന്ത്യയിൽ കിട്ടിയത് ഈ ഭരണഘടനാനുസൃതമായിട്ട് തന്നെ ഏത് സംസ്ഥാന നിയമസഭ പാസ്സാക്കിയതോ അല്ലെങ്കിൽ കേന്ദ്ര പാർലമെൻറ്റ് പാസ്സാക്കിയതോ ആയ നിയമത്തെ, സർക്കാരിൻ്റെ ഏത് നടപടിയെയും കോടതിക്ക് അസ്ഥിരപ്പെടുത്താനുള്ള അധികാരം. അപ്പോൾ കോടതി തുടക്കത്തിൽ തന്നെ 1950 തന്നെ ശക്തമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ ആദ്യകാലത്ത്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1965 വരെ കോടതികൾ ഇവരുടെ അധികാരം പരമാവധി പരിമിതമായിട്ട് ഉപയോഗിച്ചു. തീരെ നിക്കക്കളില്ലാത്ത കേസിൽ കോടതി ഇടപെടുമായിരുന്നുള്ളൂ. അതിന് 2 കാരണമുണ്ട്. ഒന്നാമത് ജഡ്ജിമാരൊക്കെ വളരെ വെൽ ട്രെയിൻഡ്, പഴയകാലത്തെ ബാരിസ്റ്റർമാരും അവരുടെ പിന്തലമുറക്കാർ ഈ ബംഗാളിൽ നിന്നും മദ്രാസിൽ നിന്നൊക്കെയുള്ള പരമ്പരാഗത നിയമ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ വളരെ സമ്പന്ന ജമീന്ദാർ കുടുംബത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് ജഡ്ജിമാരായിട്ട് വന്നത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു പരിമിതി അറിയാം. മാത്രവുമല്ല, ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ഡോമിനേറ്റ് ചെയ്യുന്നൊരു കാലമാണ്. ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിധി പാസ്സാക്കി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പാർലമെൻറ്റ് വിളിച്ചുകൂട്ടി അദ്ദേഹത്തിന് ഭരണഘടന ജയിച്ച് അങ്ങനെ ഉള്ള അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇതൊരു ശരിക്കും ഒരു രാഷ്ട്രീയ വിഷയം, നീതിന്യായ വിഷയമാണ്. രാഷ്ട്രീയ വിഷയമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1966 സുപ്രീം കോടതിയുടെ ഭാഗത്തുള്ള ആദ്യത്തെ ഭയങ്കരമായ പ്രഹരം IC ഗോലക്കനാഥ് എന്ന കേസിലാണ്. മൗലിക അവകാശങ്ങൾ ഭേദഗതിക്ക് വിധേയമല്ല എന്ന് ജസ്റ്റിസ് കോക സുബ്രാവ് അധ്യക്ഷനായിട്ടുള്ള ഫുൾ ബെഞ്ച് വിധി, ഭരണഘടനാ ബെഞ്ച് വിധിക്കും. അത് സത്യത്തിൽ രാജ്യത്തെ ഭരണ സംവിധാനത്തിൽ അതിഭയങ്കരമായ പ്രഹരമാണ് ഏൽപ്പിച്ചത്. പാർലമെൻറ്റിൻ്റെ പരമാധികാരത്തെ പറ്റിയാണ് ആളുകൾ അതുവരെ വിചാരിച്ചത്. അങ്ങനെ ഒന്നില്ല എന്ന്, പാർലമെൻറ്റിൻ്റെ അധികാരം പോലും പരിമിതമാണ് എന്ന ഒരു നിലപാട്. അത് പക്ഷേ അതൊരു പ്രത്യേകതയുണ്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് ഇന്ദിരാഗാന്ധി വളരെ ദുർബലയായ ഒരു പ്രധാനമന്ത്രിയാണെന്നാണ് പൊതുവെ ആളുകൾ ആ സമയം വരെ വിചാരിച്ചത്. മാത്രമല്ല 67 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ കോൺഗ്രസ്സിന് കേവല ഭൂരിപക്ഷമേ ഉള്ളൂ. പഴയ പോലെ മൃഗീയ ഭൂരിപക്ഷം. പ്രതിപക്ഷ പാർട്ടികൾ ശക്തമാകും. പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷക്കാരുടെ ഭരണം വരുന്നു, ബീഹാറിലും ഒറീസയിലും മറ്റ് സ്ഥലത്തും പഞ്ചാബിലും ഒക്കെ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ എക്സിക്യൂട്ടീവ് ദുർബലമാകുന്നതനുസരിച്ച് ജുഡീഷ്യറിയുടെ ശക്തി വർദ്ധിക്കും. അത് സ്വാഭാവികമാണ്.
അങ്ങനെ ജുഡീഷ്യറിയുടെ ശക്തി വർദ്ധിച്ചു. മാത്രമല്ല അന്ന് യാഥാസ്ഥികരായ ഒരുപാട് ജഡ്ജിമാർ, ജസ്റ്റിസ് സിക്രി, ഹിദായത്തുള്ള, അത് കഴിഞ്ഞ് പിന്നെ ഷേലാട്ട്, ഹെഗ്ഡെ, ഗ്രോവർ, ഇങ്ങനെയൊക്കെയുള്ള യാഥാസ്ഥികരായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിനോട് വിപ്രതിപത്തിയുള്ള ജഡ്ജിമാർ. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് കോൺഗ്രസ് പിളരും. 69 കോൺഗ്രസ് പിളരുന്ന സമയത്ത് എന്ത് സംഭവിച്ച? സർക്കാർ ന്യൂനപക്ഷ സർക്കാരാണ്. ഈ DMKയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ പിന്തുണയിലാണ് ഇന്ദിരാഗാന്ധി ഏതാണ്ട് ഒരു കൊല്ലത്തോളം പ്രധാനമന്ത്രിയായിട്ട് തുടർന്നു. ആ സമയത്താണ് ശക്തമായ 2 പ്രഹരങ്ങൾ കൂടി ഉണ്ടാകുന്നു. ഒന്ന്, ബാങ്ക് ദേശവൽക്കരിച്ച കേസിൽ ആ ഒരു ഭയങ്കരമായ വിധി വരും. ബാങ്ക് ദേശവൽക്കരണം തെറ്റാണ്. രണ്ടാമത്, നാട്ടുരാജാക്കന്മാർക്ക് പ്രിവി പേഴ്സ് കൊടുക്കാൻ അത് റദ്ദാക്കിയ നടപടി, അതും അസ്ഥിരപ്പെട്ടു. ഈ 2 വിധികളോട് വന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ രീതിയിൽ പോയിട്ട് ഒരു കാര്യമില്ല. അടുത്ത ദിവസം അവർ രാജിവെച്ച് തെരഞ്ഞെടുപ്പ് 1 കൊല്ലം മുമ്പ് നടത്തി. അങ്ങനെ കൂടിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ മന്ത്രിസഭകൾ വരും. തുടർന്ന് ഭരണഘടന ഭേദഗതി, ഈ പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നു, ബാങ്ക് ദേശവൽക്കരണം ഭരണഘടന അനുസൃതമാക്കും. അതിന് മുമ്പ് നിയമം കൊണ്ടാണ് റദ്ദാക്കിയത്. അപ്പം നിയമം കൊണ്ട് റദ്ദാക്കിയാൽ പോരാ, ഭരണഘടന ഭേദഗതി ചെയ്ത് റദ്ദാക്കി. എന്നിട്ടും ഈ കോൺഫ്ലിക്റ്റ് തീരുന്നില്ല. അതിനെ തുടർന്നാണ് ഈ കേശവാനന്ദ ഭാരതി എന്ന് പറഞ്ഞ പ്രസിദ്ധമായ കേസ് 1973. അതിൽ വലിയ ഒരു വിധി ഉണ്ടാവും. 13 ജഡ്ജിമാർ, അത് 2 ചേരിയായിട്ടാണ്. ഇന്ദിരാഗാന്ധി അനുകൂലിക്കുന്ന ജഡ്ജിമാർ, ഇന്ദിരാഗാന്ധി എതിർക്കുന്ന ജഡ്ജി. അങ്ങനെ 7-നെതിരെ 6 എന്ന രീതിയിൽ അതിൻ്റെ വിധി വരുന്നു. അത് ഇന്ദിരാഗാന്ധി ശരിക്കും പറഞ്ഞാൽ ആ കേസിൽ 99% കേന്ദ്ര ഗവൺമെൻറ് ജയിച്ചിരിക്കുക. ഒറ്റ പോയിന്റിലാണ്. അതെന്താണ്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റം പറ്റും. ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷാൽ നോട്ട് ബി അമെൻഡ് ഓർ ഓൾട്ടേഡ് എന്ന ഒറ്റ സംഗതിയിലാണ്. അത് ഇന്ദിരാഗാന്ധിക്ക് വലിയ ഇൻസൾട്ടായിരുന്നു. അത് തുടർന്നാണ് 3 ജഡ്ജിമാരുടെ സീനിയോറിറ്റി ഓവർലുക്ക് ചെയ്ത് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ദിരാഗാന്ധി ഒരിക്കലും ആ ഒരു അപമാനം അവർ സഹിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈ കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധി പുനഃപരിശോധിക്കാനുള്ള ഹർജിയുമായിട്ട് വരുന്നു. അതും ചിലവാകാതെ വന്നപ്പോഴാണ് 42ാം ഭേദഗതി. 42ാം ഭരണഘടന ഭേദഗതിയാണ് സത്യം പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടന നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി. എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥയല്ല, പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തതോ ജയിലിലിട്ടതോ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതോ അല്ല. ഇപ്പോൾ ആരും ചർച്ച ചെയ്യാത്ത 42ാം ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കഴുത്തിന് പിടിച്ച് ഞെക്കിയ ഏറ്റവും വലിയ സംഭവം. പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ഇവർ തോറ്റു. 42ാം ഭേദഗതിയെ 44ാം ഭേദഗതി കൊണ്ട് നമ്മൾ ഇല്ലായ്മ ചെയ്തു. വീണ്ടും കോടതിക്ക് പഴയ അധികാരങ്ങൾ തിരിച്ചു. കോടതിക്ക് മാത്രമല്ല, മൊത്തത്തിൽ. അതിനുശേഷം പിന്നെയും ജഡ്ജിമാർക്ക് ഒരു ജീവൻ. ഈ അടിയന്തരാവസ്ഥ കാലത്ത് ജഡ്ജിമാരൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ്. പക്ഷേ 77 ശേഷം കോടതിക്ക് ഒക്കെ വലിയ വിലയുണ്ടായി. പക്ഷെ വീണ്ടും 1980 ഇന്ദിരാഗാന്ധി വന്നപ്പോൾ ജഡ്ജിമാർ പിന്നെയും 10 മണി. പിന്നെ 84 ഇന്ദിരാഗാന്ധി മരിക്കുന്നു. 89 രാജീവ് ഗാന്ധിയുടെ ഭരണം കഴിയുന്നവരെയും വലിയ കുഴപ്പമില്ല. കാരണം എന്താ? കോൺഗ്രസിന് പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട്, ലോക്സഭയിൽ ഭൂരിപക്ഷമുണ്ട്, രാജ്യസഭയിൽ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് ജഡ്ജിമാർ ശാന്തര. 89 രാജീവ് ഗാന്ധി പോയി. രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ മൊത്തത്തിലുണ്ട്. BP സിംഗ്, അതിനുശേഷം ചന്ദ്രശേഖർ, നരസിംഹറാവു, പിന്നെ ദേവഗൗഡ, ഗുജറാൾ, വാജ്പേയി, മൻമോഹൻ സിംഗ്. അങ്ങനെ ഏതാണ്ട് ഒരു 30 കൊല്ലം മാറ്റി ഇവർ ജഡ്ജിമാർ രാജ്യത്തെ സുൽത്താൻമാർ. മനസ്സിലായി? ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ തെരഞ്ഞെടുത്ത് വിടുന്ന ആളുകൾ, മൻമോഹൻ സിംഗ് ആയാലും ശരിയാണ്, നരേന്ദ്രമോദി ആയാലും ശരിയാണ്, അവർക്ക് ജനങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ടല്ലേ. 5 കൊല്ലം കഴിയുമ്പോൾ ജനങ്ങളെ നേരിടണം. ജനങ്ങൾ പിന്നെ വോട്ട് ചെയ്താലും രക്ഷയുള്ളൂ. ഇന്ദിരാഗാന്ധിയെ പോലും ജനങ്ങൾ തോക്കി. പക്ഷേ ഈ ജഡ്ജിമാർക്ക് ഇലക്ഷൻ കിട്ടാം. അവർക്ക് ആരോട് ഉത്തരവാദിത്വം? അവർക്ക് അവരുടെ ഭാര്യയോടും മക്കളോടും മാത്രം ഉത്തരവാദിത്വം. അവർക്ക് തോന്നിയ പോലെ. അപ്പം ജുഡീഷ്യൽ ആക്ടിവിസം പോയിട്ട് ജുഡീഷ്യൽ വാൻഡലിസം എന്ന് പറഞ്ഞ അവസ്ഥയിൽ 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായോടെ ജഡ്ജിമാരുടെ അസുഖത്തിന് കാര്യമായ കുറവ് സംഭവിച്ചു. ഇപ്പോഴും പൂർണ്ണമായിട്ടും മാറിയില്ല. പൂർണ്ണമായി മാറിയെന്ന് പറഞ്ഞൂടെ എങ്കിലും. പക്ഷേ മാത്രമല്ല, അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിട്ട് വന്നപ്പോൾ പിന്നെ മാറ്റം. കാരണം ഇദ്ദേഹം സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് ഓരോരുത്തർക്കും ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഒരു കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രേമലേഖനം കൊടുത്തു തൊട്ട് ആ ഫയൽ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഒരു ഞോണ്ടി കൊണ്ടു.
അങ്ങനെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് അത്ഭുതകരമായ പല വിധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ EWS സുപ്രീം കോടതി ശരിവെച്ചു ഇല്ലേ? അയോധ്യ കേസിലെ വിധി നിങ്ങൾ വായിച്ചില്ലേ? അതൊക്കെ എങ്ങനെ ഉണ്ടായത്? അങ്ങനെയുള്ള വിധികൾ ഇനിയും ഉണ്ടാകും. അതുണ്ടാകുന്നതിന്റെ കാരണം ഇതാണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ, എൻ്റെ അമ്മ, പണ്ട് നമ്മുടെ R ബാലകൃഷ്ണപിള്ള TP സെൻകുമാറിനെ പറ്റി പറഞ്ഞൊരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. സെൻകുമാർ തൃശ്ശൂർ അല്ല കൊല്ലത്ത് SP ആണ്. PK ഗുരുദാസൻ പാർട്ടി ജില്ലാ സെക്രട്ടറി കൊല്ലത്ത്. ബാലകൃഷ്ണപിള്ളയുടെ തനത് ശൈലിയിൽ പുള്ളി പറഞ്ഞു, ആ ഗുരുദാസനെ SP-യുടെ കസേരയിൽ ഇരുത്തിയിട്ട് സെൻകുമാറിനെ പാർട്ടി ഓഫീസിൽ ഇരുത്തുകയാണെങ്കിൽ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നടക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ ആ അവസ്ഥയിലെത്തി കൂടുതൽ പറയണ്ട. ഓക്കെ, നമുക്കറിയാം ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യം സക്സസ് എന്നുള്ളത് ജനപ്രാതിനിധ്യമാണ്, പങ്കാളിത്തമാണ്. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ജനത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ജനാധിപത്യ പ്രോസസ്സം സാധ്യമല്ല. എന്നാലും നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾ പങ്കാളികളാകുന്ന രാജ്യം നമ്മുടെയാണ്. ഏതാണ്ട് 40 ലക്ഷത്തോളം ജനപ്രതിനിധികളുള്ള രാജ്യമാണ് ഇന്ത്യ. പല രാജ്യങ്ങളുടെയും പോപ്പുലേഷൻ്റെ താഴെയാണ്. അത്രമാത്രം ശക്തമാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനം. പക്ഷേ ഇന്നത് പലപ്പോഴും ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം, കുടുംബാധിപത്യം, മതപരമായ ഡോമിനേഷൻ, ജാതീയമായിട്ടുള്ള വിവേചനങ്ങൾ, റീജിയണൽ ആയിട്ടുള്ള അങ്ങനെ നിരവധി പ്രതിസന്ധികളും ഓരോ നാളും വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഷാൻ സാറിനറിയാം, സാറ് പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ കറക്റ്റ് ആകണം. പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത് ഐഡിയോളജിക്കലി കൺസ്ട്രക്റ്റായി മാറുമ്പോൾ വ്യക്തികൾ അവിടെ മൈനസ് ചെയ്യപ്പെടും. ഇവിടെ വ്യക്തികൾ പ്ലസ് ചെയ്യപ്പെടുകയും ഐഡിയോളജി മൈനസ് ചെയ്യപ്പെടുകയും വ്യക്തികളുടെ പാർട്ടിയായി എല്ലാ പാർട്ടിയും മാറുന്നു. ഈവൻ ലെഫ്റ്റ് പാർട്ടികൾ പോലും അപജയങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കാണുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഇതൊരു പ്രതിരോധ സംവിധാനം, എങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തെ കുറച്ച് സമ്പുഷ്ടമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് സാറിൻ്റെ ഒരു കണക്കൂട്ട്. ജുഡീഷ്യൽ ആക്ടിവിസത്തെ പറ്റി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ അതിൻ്റെ ചരിത്രം സംക്ഷിപ്തമായി പറഞ്ഞു. ഗോലക്നാഥ് കേസ് 1967 മൗലികാവകാശങ്ങൾ പാർലമെൻറ്റിന് പോലും വെട്ടിച്ചുരുക്കാൻ സാധ്യമല്ല എന്ന സുപ്രധാന വിധി വന്നു. അത് വാസ്തവത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിക്ക്, സാമ്പ്രദായിക കൺവെൻഷണൽ ഡെമോക്രസിക്ക് മേൽ നേടിയ ഒരു വിജയവുമായിരുന്നു. പിന്നെയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ച കേശവാനന്ദ ഭാരതി കേസിലെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, സെക്യുലറിസം, റിപ്പബ്ലിക്കനിസം, ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ്, റൂൾ ഓഫ് ലോ, ഇതൊന്നും മാറ്റാൻ പറ്റില്ല എന്ന വിധി വരുന്നത്. അടിയന്തരാവസ്ഥയിലെ ആ ഒരു ചെറിയ കാലം ഒരു കമ്മിറ്റഡ് ജുഡീഷ്യറി. ഇപ്പോൾ ആ വിധിയല്ല പിന്നീടുണ്ടായ കാര്യങ്ങൾ അറിയാമല്ലോ. റേയെ ചീഫ് ജസ്റ്റിസ് ആക്കുന്നത് ഏറ്റവും 3 ജഡ്ജിമാർ രാജിവെക്കുന്നു. റേയെ ജൂനിയറായിട്ടുള്ള റേ ചീഫ് ജസ്റ്റിസ് ആകുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലും സസ്പെൻഡ് ചെയ്യാം താൽക്കാലികമായി എന്ന വിധിന്യായത്തോട് ആകെ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് HR കന്നയായിരുന്നു. അപ്പോൾ ജുഡീഷ്യൽ ആക്ടിവിസം പൊതുവേ നമ്മൾ വായിക്കുമ്പോൾ അത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് PR കൃഷ്ണയ്യരും PN ഭഗവതിയും ഒക്കെയുള്ള കാലത്താണ് അത് എൻ്റെ പ്രാരംഭം എന്നുള്ള ധാരണയാണ് നമ്മൾ സാധാരണ വായനക്കാർക്ക്. അതിനു മുമ്പേ നേരത്തെ ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ 67 തന്നെ ഇന്ത്യയിൽ ഇത് തുടങ്ങിയിരുന്നു. ഇനി പ്രദീപ് മാഷ് ചോദിച്ച ചോദ്യം, എല്ലാ ഭരണഘടനകളും, ലോകത്തുള്ള എല്ലാ ഭരണഘടനകളും അതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം സ്റ്റേറ്റ് പവറിൻ്റെ ഈവിൾ, തിന്മയെ, ദുഷ്ടതയെ പരമാവധി കുറക്കുക, ഇല്ലാതാക്കാൻ പറ്റില്ല, പരമാവധി കുറക്കുക എന്നതാണ്. ഇന്നത്തെ അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായ അലക്സാണ്ടർ ഹാമിൽട്ടൺ, അദ്ദേഹം അമേരിക്കൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയവരിൽ ഒരാളുമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും
ഡേഞ്ചറസ് ആയിട്ടുള്ള ഓർഗൻസിൽ ഒന്നാണ് എക്സിക്യൂട്ടീവ്, ഏറ്റവും മാരകമായിട്ടുള്ള. അതിന് ഏറ്റവും ലീസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഓർഗൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജുഡീഷ്യറിയാണ്. അതിനെ ക്രഷ് ചെയ്യുന്ന, ഞെരിച്ച് നിർവീര്യമാക്കുന്ന ഒരവസ്ഥ വന്നു ചേരാം എന്ന ഒരു പ്രവചനാത്മകമായ ഒരു പ്രസ്താവം അദ്ദേഹം നടത്തിയതായി ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജുഡീഷ്യൽ ആക്ടിവിസം ഇപ്പോൾ പൗരാവകാശ പ്രശ്നങ്ങളിൽ, മൗലികാവകാശ പ്രശ്നങ്ങളിൽ, പരിസ്ഥിതി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറേ കാലമായി നടന്നു വന്നു. ജഡ്ജിമാർ സുൽത്താൻമാരായ കാലഘട്ടത്തെ പറ്റി പറഞ്ഞു. പക്ഷേ ജുഡീഷ്യൽ ആക്ടിവിസത്തെ പറ്റി പേർത്തും ഉന്നയിക്കാറുള്ള ഒരു വിമർശനം അത് ജുഡീഷ്യൽ ഓവർ റീച്ചിലേക്ക് പോകുന്നു എന്നാണ്. പക്ഷേ 2014 മുതൽ കഴിഞ്ഞ 10-11 കൊല്ലമായി നാം കാണുന്ന ഒരു ജുഡീഷ്യറി അടിയന്തരാവസ്ഥക്കാലത്തെ കമ്മിറ്റഡ് ജുഡീഷ്യറിയിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്, സമർപ്പിതമാണ്. എല്ലാവരുമല്ല, സമർപ്പിത നീതിന്യായ സംവിധാനമാണ്. അയോധ്യ വിധി തന്നെ നോക്കുക. 2019 അയോധ്യ വിധിക്ക് അനുബന്ധമായിട്ട് ഒരു ഭാഗമുണ്ട്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനാ മൂല്യങ്ങളും പ്രമാണങ്ങളുമല്ല, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളും ബോധ്യങ്ങളുമാണ് അവിടെ അയോധ്യ വിധിയുടെ അനുബന്ധത്തിൽ നിരത്തിയിരിക്കുന്നത്. അയോധ്യ വിധി പ്രഖ്യാപിച്ച ആ ബെഞ്ചിലെ 3 ജഡ്ജിമാർ കർമ്മരഹിത പ്രവർത്തന എന്താണ് സഞ്ജയ് ഹെഗ്ഡെ ചന്ദ്രചൂഡ് വിരമിച്ചപ്പോൾ എഴുതിയ ലേഖനത്തിൽ അവർ കർമ്മരഹിതമായ എന്നാൽ വളരെ നല്ല സ്ഥാനമാനങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ്. ജോലിയൊന്നും ചെയ്യാതെ തന്നെ ഇപ്പോൾ ഒരാൾ രാജ്യസഭയിലേക്ക് പോയി, BJP MP ആയിട്ട്. അപ്പോൾ ശ്രീ ജയശങ്കർ സൂചിപ്പിച്ച ജുഡീഷ്യൽ വാൻഡലിസം എന്നാണ്. അപ്പോൾ ഈ ജുഡീഷ്യൽ ഓവർ റീച്ച് മറ്റൊരു ഇൻ അനദർ സെൻസ്, മറ്റൊരു സെൻസിൽ ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും കെട്ടുപിണഞ്ഞ് ഏതാണ്ട് ഒന്നായി മാറിയ അവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിൽ കാണുന്നത്. ജുഡീഷ്യറി മാത്രമാണ് സാധാരണക്കാരൻ്റെ ഏക പ്രതീക്ഷയായിട്ട് ഉള്ളത്. പക്ഷേ ഇത്തരം വിധിന്യായങ്ങൾ വരുമ്പോൾ ജഡ്ജിമാരുടെ പ്രസംഗങ്ങൾ, ചില വിധിന്യായങ്ങൾ കീഴ്ക്കോടതി ഒരുപാടുണ്ട് ഉദ്ധരിക്കാൻ. എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഇപ്പോൾ 1991 ആരാധനാലയ സംരക്ഷണ നിയമമുണ്ട്. അത് ബാബരി മസ്ജിദ് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ആർക്കിയോളജിയുമായി ബന്ധപ്പെട്ട ചില സ്മാരകങ്ങളും കാര്യങ്ങളുമൊക്കെ. ആ അയോധ്യ വിധിയിൽ 1991 ആ നിയമത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. ആ ബെഞ്ചിൽ ചന്ദ്രചൂഡും മുൻ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡും അംഗമായിരുന്നു. അദ്ദേഹം പിന്നീട് നടത്തിയ ഒരു വിധിപ്രസ്താവത്തിൽ ആനുഷംഗികമായി സൂചിപ്പിച്ച ഒരു കാര്യമാണ്, അതായത് ആരാധനാലയങ്ങളുടെ സ്വഭാവം കോടതികൾക്ക് നിർണയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആരാധനാലയങ്ങൾ ക്ഷേത്രം, പള്ളി ക്ഷേത്രമോ അല്ലെങ്കിൽ ഗുരുദ്വാര അങ്ങനെ മാറ്റുന്നതിൽ പ്രശ്നം. ആ ഒരു ഉദീരണമാണ് പിന്നീട് ഗ്യാൻബബി പള്ളിയിലേക്ക് സർവേ നടത്താനുള്ള അനുമതിക്കായി സുപ്രീം കോടതി തന്നെ അനുവാദം നൽകുന്നു. ഒരു പണ്ടോരയുടെ പെട്ടിയാണ് പറയുന്നത്. സമ്പൽ, വാരണസി, ഒരുപാട് ക്ഷേത്ര സമുച്ചയങ്ങളിൽ സർവേ നടത്താൻ. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തിൽ നിന്ന് ഭിന്നമായി അന്നത്തെ ജഡ്ജിമാർ ചില കാര്യസാധനത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയാണെങ്കിൽ ഇന്ന് അതിൽ നിന്ന് സ്ഥാനമാനങ്ങൾ ഇല്ല എന്നല്ല, പല ജഡ്ജ്മെൻറ്റിലും തിയോക്രാറ്റിക് ജഡ്ജ്മെൻറ്റ്സ്, തിയോളജിക്കൽ ടൈപ്പ് ഓഫ് ജഡ്ജ്മെൻറ്റ്സ് വരുന്നു എന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൂലപ്രമാണങ്ങളല്ല, വിശ്വാസങ്ങൾ തന്നെ ആധാരമാക്കുന്ന ജഡ്ജ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു തരം നീതിന്യായ പരിതോവസ്ഥ, അപവാദങ്ങൾ ധാരാളമുണ്ടെങ്കിലും ഉത്തരോത്തരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ലേ എന്ന ഒരു ചോദ്യം എനിക്കുണ്ട്.
ശ്രീമതി ആശ ഉണ്ണിത്താൻ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുമൊക്കെ തന്നെ തൻ്റേതായ വ്യക്തി മുദ്ര പതിച്ച വ്യക്തിയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. കാര്യം നമ്മളെ സംബന്ധിച്ച് ജുഡീഷ്യൽ ആക്ടിവിസം, ജുഡീഷ്യറിയുടെ ആക്ടിവിസം എന്നുള്ള റോളോടെ നിൽക്കുമ്പോഴും ജനാധിപത്യമാണ് ബേസ്. അതിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. അടിത്തറേതാണ്. ജുഡീഷ്യറി എല്ലാം അതിൽ നിൽക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നമുക്കതും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. കാര്യം നമ്മൾ ഒരുപക്ഷെ ഗാന്ധിജിയോ അല്ലെങ്കിൽ നെഹ്റു ഒക്കെ തന്നെ പറഞ്ഞൊരു വാക്കുകളുണ്ട്. കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു രാജ്യം സമ്പുഷ്ടമായി മാറണമെങ്കിൽ അവിടെ തുടങ്ങേണ്ടത് കുടുംബങ്ങളിലാണ്. കുടുംബങ്ങളിൽ വനിതകളിലൂടെയാണ് കാര്യങ്ങൾ മാറേണ്ടത്. ഒരു വീട്ടമ്മ എഡ്യൂക്കേറ്റഡായി മാറി അറിവുള്ളതായി മാറുമ്പോൾ ആ കുടുംബം അറിവുള്ളതായി മാറുന്നു, സമൂഹം അറിവുള്ളതായി മാറുന്നു, രാജ്യം സമ്പുഷ്ടമായി മാറുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. നമ്മുടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന 73 ആയിക്കോട്ടെ 74th അമെൻമെൻറ്റ്. 50% റിസർവേഷൻ കേരളത്തിലുണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ. 33% മിക്ക സ്റ്റേറ്റുകളുമുണ്ട്. വനിതകൾ മാത്രം ഭരിക്കുന്ന പഞ്ചായത്തുള്ള സംസ്ഥാനങ്ങളുണ്ട്. 100% സീറ്റും വനിതകൾക്ക് സംവരണം ചെയ്തിട്ടുള്ള സംസ്ഥാന ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അത്തരം ഒരു സാഹചര്യം. അപ്പോൾ വനിതകളുടെ രംഗപ്രവേശനം നന്നായിട്ട് ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. എങ്കിലും ഈ രാഷ്ട്രീയ രംഗത്ത് വനിതകൾക്ക് അർഹമായ സ്ഥാനം അവിടെ കോമ്പിറ്റൻസിയുടെ അടിസ്ഥാനത്തിൽ, അവിടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേടിയെടുക്കുവാൻ, അതിലൂടെ ജനാധിപത്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതു സമൂഹ സൃഷ്ടിക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ, കേരളത്തിലുമൊക്കെ നമുക്ക് എടുക്കാം. ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിലനിൽക്കുന്നുണ്ട്. കാര്യം വനിതകൾ രാഷ്ട്രീയ രംഗത്ത് സജീവമാകണം. അവരുടെ കോൺട്രിബ്യൂഷൻ എല്ലാ രംഗത്തും എത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എത്തുവാനുള്ള നിലവിലെ സാഹചര്യത്തെ അഡ്വക്കേറ്റ് ശ്രീമതി ആശ ഉണ്ണിത്താൻ എങ്ങനെ വിലയിരുത്തുന്നുള്ളതാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. വനിത ആയതുകൊണ്ട് വനിതകളുടെ വിഷയം മാത്രം പറയാമെന്നുള്ള കാര്യത്തിലൊന്നും ഞാൻ ഒതുങ്ങില്ല. ഓക്കെ, വനിതകൾക്ക് രാഷ്ട്രീയത്തിൽ തീർച്ചയായും താല്പര്യമുള്ളത് കൊണ്ടാണ് വനിതകൾ വോട്ട് ചെയ്യുന്നതും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും വലിയ ജാഥകളും സമരങ്ങളൊക്കെ നയിക്കുന്ന സമയത്ത് വനിതകളെ കാണുന്നതും. രാഷ്ട്രീയ പ്രവർത്തനം അത് അടുക്കളയിലാണെങ്കിലും അത് അരങ്ങത്താണെങ്കിലും അത് തൊഴിലിടങ്ങളിലാണെങ്കിലും എല്ലാവിടെയും ചെയ്യുന്ന പ്രവൃത്തി പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ആളുകളാണ് സ്ത്രീകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രവൃത്തികളും ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ്. ഒരു വനിത വന്ന് ഇരിക്കുന്നത് തന്നെ ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പം അതുകൊണ്ട് വനിതകൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാഞ്ഞിട്ടോ വനിതകൾക്ക് എന്താ പറയുക അതിനുള്ള സാഹചര്യങ്ങളില്ലാഞ്ഞിട്ടോ അല്ല. പക്ഷേ പൊതുവേ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകളുടെ ഒരു ആധിപത്യമായതുകൊണ്ട് അതിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽ വനിതകളും ഉള്ളതുകൊണ്ട് മറ്റു മനുഷ്യരുടെ ഒപ്പം വനിതകളും പല മേഖലകളിലും പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്. അതിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, അതിൽ ദളിത്, ആദിവാസി, മത്സ്യത്തൊഴിലാളി, അങ്ങനെ ധാരാളം ലേബേഴ്സ്, വർക്കേഴ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഇല്ലാത്തവരെല്ലാവരും തന്നെ രാഷ്ട്രീയത്തിൽ, അധികാരത്തിൽ, പണത്തിൽ ഇല്ലാത്തവരെല്ലാവരുമാണ് ന്യൂനപക്ഷത്തിനെ മറികടന്ന് ഭൂരിപക്ഷമായി ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അവരുടെ അഭിപ്രായം നമ്മൾ കേൾക്കുന്നില്ല. ഇവിടുത്തെ ഒരു വിശ്വാസത്തിൽ അതിനും നമ്മൾ പാർലമെൻറ്റിൻ്റെ ആശ്രയിക്കാതെ ജുഡീഷ്യറിയെ പോയി ആശ്രയിക്കാൻ നമ്മൾ ശ്രമിച്ചു. 33% സംവരണം എങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജുഡീഷ്യറിയിലേക്ക് ചെല്ലുമ്പോൾ ജുഡീഷ്യറി തന്നെ പറഞ്ഞു, അത് മോദിയുടെ ഗവൺമെൻറ്റുള്ള സമയത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ആക്ടിവിസം ഒന്നും അവർക്കില്ല. അപ്പോൾ അവർ പറഞ്ഞു കൃത്യമായി തന്നെ ഒരു ഇക്വാളിറ്റി ഒന്നും വ്യാഖ്യാനിക്കാൻ ഞങ്ങളില്ല, അതൊക്കെ പാർലമെൻറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അത് പാർലമെൻറ്റിലേക്ക് തട്ടി മാറ്റുകയും പാർലമെൻറ്റ് സ്ത്രീകൾക്ക് പിന്നെ എന്താ നന്നായി തന്നെ ഇലക്ഷൻ നിൽക്കാമല്ലോ, പുരുഷനൊപ്പം തന്നെയാണ് സ്ത്രീകൾ, ഈ ഗവൺമെൻറ് അതാ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംവരണം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളൊരു സർവേ എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ പേരിൽ സെൻസസിന് വേണ്ടി മാറ്റിവെക്കുകയും അടുത്തു നടക്കാത്ത ഒരു സെൻസസ് അവർ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുശേഷം മാത്രമാണ് സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്നത്. ഏതാണ്ട് നമ്മുടെ ശബരിമല ജഡ്ജ്മെൻറ്റ് പോലെ വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു ഈക്വാളിറ്റിയെക്കുറിച്ചും ശബരിമല കയറുന്നതിനെക്കുറിച്ചൊക്കെ. പക്ഷേ അവിടേക്ക് ആരും എത്തിച്ചേരുന്നില്ല എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റിനകത്തേക്കും സ്ത്രീകൾ എത്താത്തതിൻ്റെ മെയിൻ കാരണം. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവനവൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ കൃത്യമായി തന്നെ എല്ലാവർക്കും തീരുമാനിച്ച് സ്ത്രീകളെ വെക്കാവുന്നതേ ഉള്ളൂ. 50%-ലേറെ സ്ത്രീകൾക്ക് കാൻഡിഡേറ്റ്ഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ സ്ത്രീകൾ നിൽക്കുന്ന വാർഡുകളിൽ വാർഡുകളിൽ ഇപ്പോൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു, മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലും ലോകസഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ മറ്റു പാർട്ടികളും അത് വെച്ച് അങ്ങനെ സ്ത്രീകൾക്കും കൃത്യമായി തന്നെ സ്പേസ് കിട്ടും. പക്ഷെ കൊടുക്കുന്നില്ല, അത് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മറ്റു പലതിൻ്റെയും മുന്നിൽ നിശബ്ദമാവുകയാണ്. അതിനൊരു സോഴ്സൊന്നും ജുഡീഷ്യൽ ആക്ടിവിസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരം പറയേണ്ട ആൾ ജുഡീഷ്യറി ഒന്നല്ല.
അത് വിൽ ഓഫ് ദ പീപ്പിൾ തന്നെയാണ് സുപ്രീം എന്ന് കൃത്യമായി തന്നെ നമ്മുടെ ജയലളിതയുടെ കേസിൽ, ജയലളിത ഓരോ തവണയും മുഖ്യമന്ത്രി ആവാൻ യോഗ്യതയില്ലാത്ത സമയത്ത് നോമിനേറ്റ് ചെയ്യപ്പെട്ട് മുഖ്യമന്ത്രിയായ സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ നാട്ടിൽ വിൽ ഓഫ് ദ പീപ്പിൾ ആണ് സുപ്രീം എന്ന് സുപ്രീം കോടതി പോലും വ്യാഖ്യാനിച്ച മാറ്റർ ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതി പലപ്പോഴും, സുപ്രീം കോടതി എന്നല്ല എല്ലാ കോടതികളും പലപ്പോഴും ഒരു ജുഡീഷ്യൽ ആക്ടിവിസം എന്ന നല്ല ഭംഗിയുള്ളൊരു പേര് പറഞ്ഞ് നമ്മൾ ജുഡീഷ്യറിക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്, നിയമം വ്യാഖ്യാനിക്കുന്നതിൻ്റെ അപ്പുറത്ത് നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റിൽ നോക്കുമ്പോൾ നമുക്കത് സ്വീകരിക്കാൻ തോന്നും. കാരണം വിശാഖ ഗൈഡ് ലൈൻസ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ സ്ത്രീകൾ ജോലിയെടുക്കുന്ന ഇടങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ നിയമമില്ല, അതുകൊണ്ട് ഞങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ജഡ്ജ് മെയ്ഡ് ലോസ് ഒക്കെ നമ്മൾ കണ്ടു. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് കൃത്യമായി തന്നെ. പക്ഷേ എല്ലാം നടക്കേണ്ട സ്ഥലം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കേണ്ടത് കൃത്യമായി തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള, ജനങ്ങളെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകൾ തന്നെയായിട്ടാണ് വേണ്ടത്. ജുഡീഷ്യറിക്കൊരു അപ്രമാദിത്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ജുഡീഷ്യറി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മിസ്റ്റർ ജഡ്ജ് എന്ന് വിളിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തി. അവിടെ ഈ കുപ്പായങ്ങളുടെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. മനുഷ്യന്മാർ സാധാരണ നിങ്ങളൊക്കെ ഇടുന്ന പോലെ തന്നെയുള്ള കുപ്പായം ഇടുന്ന യൂണിഫോമാണ് ബാക്കി എല്ലാ മേഖലയിലെങ്കിൽ ജഡ്ജസിൻ്റെയും അല്ലെങ്കിൽ വക്കീലന്മാരെയും കുപ്പായങ്ങൾ ഇപ്പോഴും പഴയത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ മാറേണ്ട ഈ ചൂട് സമയത്തൊക്കെ എന്നിട്ട് നമ്മൾ പോയി പെറ്റീഷനൊക്കെ വെച്ച് അനുവാദമൊക്കെ വാങ്ങിച്ച് ശരി ചൂടുകാലത്ത് നിങ്ങൾ ഇടണ്ട എന്നൊരു മാനുഷിക പരിഗണനയൊക്കെ തന്ന് ആ കോട്ടും ഗൗണൊക്കെ ഞങ്ങളോട് ഒഴിവാക്കിക്കോളാൻ പറയും. അത്രയും ഹൈക്കോർട്ടിലെ പോലെ തന്നെ AC ഉള്ള സ്ഥലമൊന്നുമല്ല മറ്റു കോടതികൾ, നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥലങ്ങളിൽ ഇതൊക്കെ ഇട്ട് നമ്മൾ പുഴുകി പോയി നിൽക്കണ്ട എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവിടെ ചെന്ന് നിന്നിട്ട് യുവർ ലോർഡ്ഷിപ്പ് എന്നുള്ളത് തെറ്റി നമ്മൾ യുവർ ഓണർ എന്ന് താഴെ കോടതിയിൽ പറയുന്ന പോലെ പറഞ്ഞാൽ അത് നെറ്റി ചുളിയുന്ന അവസ്ഥയാണ്. ഇവിടെ പ്രാക്ടീസ് ചെയ്യാറില്ല അല്ലേ എന്ന് നമ്മളോടൊപ്പോൾ പരമപുച്ഛത്തോടെ ചോദിക്കും. അത് സുപ്രീം കോടതിയിൽ ഒരു കുട്ടിയുടെ ഒരു വക്കീലിൻ്റെ ഫയൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. അപ്പം അപ്രമാദിത്വം കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അത്തരം രീതിയിലുള്ള ചില പ്രശ്നങ്ങളും കടന്നു വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജുഡീഷ്യറിയും യഥാർത്ഥത്തിൽ ഓഡിറ്റിങ്ങിന് വിധേയമാകേണ്ട ഒരു ഇടമായി മാറിയിട്ടതിന് കാലങ്ങളായിട്ടുണ്ട്. പക്ഷേ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചില ഉത്തരവുകൾ ഇപ്പോഴും സാധാരണക്കാരായ മനുഷ്യർ ഞാൻ കോടതി പോവും, നിന്നെ ഞാൻ കോടതി കയറ്റും എന്നൊക്കെ പറയുന്നത് ഇനിയും കെടാത്ത ചില പ്രതീക്ഷകളുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കും ഒരു നിലയും വിലയൊക്കെ ഉള്ളത്. വക്കീലന്മാരും ഞങ്ങൾ ഒരു പ്രതീക്ഷകളുടെ ഭാഗമായി ജസ്റ്റിസിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന മനുഷ്യർ എന്ന രീതിയിൽ ഞങ്ങളുടെ പ്രൊഫഷനെ ഞങ്ങളും കാണുന്നത്. പക്ഷേ പല കോടതികളിലും പല വിഷയങ്ങളുമുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളുണ്ട്, സാധാരണക്കാരായ മനുഷ്യർ അനുഭവിക്കുന്ന വിഷയങ്ങളുണ്ട്, ലാഗ് വരുന്നുണ്ട്, ഒരുപാട് ഡിലേ വരുന്നുണ്ട്, മറ്റു പല നെപ്പോട്ടിസവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ. എന്നിരുന്നാലും താരതമ്യേന നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യുകയും മീഡിയയിലൂടെ പുറത്തു കൊണ്ടുവരികയും അങ്ങനെ പറയുകയും അതുപോലെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ ആ വാക്കുകളെ മുഴുവനും എടുത്ത് പലരും ഇപ്പം നമുക്കൊക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കേസൊക്കെ വരുന്നുണ്ട്. ജയശങ്കർ സാറാണ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ കേസിൽ. അപ്പോൾ ചർച്ചയിൽ നമ്മുടെ സ്വതന്ത്ര അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ഭരണഘടനയാണ് സുപ്രീം എന്നും ഭരണഘടനയ്ക്കാണ് അതിൻ്റെ ഒരു വില നൽകേണ്ടത് എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴും ജുഡീഷ്യറിയുടെ ഇടപെടലുകൾ നമ്മളുടെ നാവുകളെ കെട്ടിവെക്കാൻ വേണ്ടി നിർബന്ധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഭയപ്പെടാറൊക്കെ ഉണ്ട് പറയാനായിട്ടും ചെയ്യാനായിട്ടൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു നാളെ വരും ജുഡീഷ്യറിയും കൃത്യമായി തന്നെ അക്കൗണ്ടബിൾ ആവുന്ന, ജുഡീഷ്യറിയുടെ മുഴുവനായിട്ടുള്ള ഒരു ഡിജിറ്റലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് കാര്യങ്ങൾ അറിയാനും ഇതൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എല്ലാ ജനങ്ങൾക്കും സുതാര്യമാകുന്ന ഒരു ഭാഷയിലേക്കും മനസ്സിലാകുന്ന ഒരു വിഷയത്തിലേക്കൊക്കെ നമ്മളുടെ നീതി കടന്നു വരും, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റും. നീതി അത്രമേൽ വിദൂരമല്ലാത്ത രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നും അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ജുഡീഷ്യറിക്ക് കരുത്ത് വരിക. സാധാരണക്കാരായ മുഴുവൻ ജനങ്ങളുടെയും, അതാണല്ലോ ഇന്ത്യയിലെ ഭൂരിപക്ഷം, ആ ജനങ്ങളുടെ ആഗ്രഹ അഭിലാഷ പ്രതീക്ഷകളൊക്കെ തന്നെ നടത്തുവാൻ സാധിക്കുന്ന ഒരു ജുഡീഷ്യറിക്ക് മാത്രമേ ഒരു ആക്ടിവിസ്റ്റ് റോളിൽ നിന്നുള്ള ജുഡീഷ്യറി ആകാൻ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു വാൻഡലിസമോ ടെററിസമോ ഒക്കെയാണ് സംഭവിക്കുക. നമ്മുടെ മലപ്പുറത്ത് വന്നൊരു കുട്ടി മതം മാറിക്കൊണ്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഉടനെ കയറി കല്യാണം അസാധുവാക്കണം. രണ്ടുപേര് തമ്മിലുള്ള കല്യാണത്തിൽ ഞാനോ അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന മറ്റേ ആളോ സ്പൗസോ ആണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ കല്യാണം അസാധുവാണോ സാധുവാണോ എന്ന്.
ആ സമയത്ത് ജുഡീഷ്യറി കയറി പറയുകയാണ് ഈ കല്യാണം ശരിയല്ല, ഞങ്ങൾ പാരൻറ്റ് പറ്റി ഒരു എന്താ പറയുക ജൂറിസ്ഡിക്ഷൻ, ഞങ്ങളുടെ ഒരു ജോലിയാണ് ഇവിടെ ഇൻവോക്ക് ചെയ്യുന്നത്, അച്ഛനമ്മയെ പോലെ തന്നെ പാരൻ്റായിട്ട് ഞാൻ ആ കുട്ടിയെ സംരക്ഷിക്കുകയാണ് എന്ന രീതിയിലെ റോളൊക്കെ ജുഡീഷ്യറി എടുക്കാറുണ്ട്. എടുക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. പ്ലാച്ചിമടയിലെ മനുഷ്യരുടെ വെള്ളം നശിച്ചു പോകുന്ന സമയത്ത് സമരവുമായി വരുമ്പോൾ നമ്മൾക്ക് ബേസിക് സ്ട്രക്ചറിനെ നമ്മൾ പറയണം. കാരണം നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് അവിടെ പോകാൻ പാടില്ല. MC മെത്ത ഒരുപാട് കേസുകളിലൂടെ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടം, ഞാൻ എല്ലാ കാര്യങ്ങളും ജുഡീഷ്യറി നെഗേറ്റ് ചെയ്ത് പറയുന്നതല്ല, പ്രൈവസിയെ പ്രൊട്ടക്ട് ചെയ്ത പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റൊക്കെ നമുക്ക് വന്നിരിക്കുന്ന സമയമാണ്. പക്ഷേ ഒരു ജഡ്ജ്മെൻറ്റ് അവിടെ എഴുതി ചില്ലിട്ട് വെക്കാം എന്നല്ലാതെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രൈവസി തൊട്ട് നമ്മുടെ വെള്ളം, നമ്മുടെ മണ്ണ്, നമ്മളുടെ ജീവിതം, നമ്മളുടെ വീട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും പല രീതിയിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ലോണൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സർഫേസി ആക്ട്, മൂന്നാമത്തെ ലോണങ്ങ് അടയാൻ നമ്മൾ വൈകുമ്പോഴേക്കും നമ്മളുടെ വീടെടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും. പക്ഷേ അതിന് നമ്മൾ പോയി ചെന്ന് ചോദിക്കുന്ന സമയത്ത് ജുഡീഷ്യറിക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ജുഡീഷ്യറി അത്തരം സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ നിയമങ്ങൾ പോലും മാറ്റി എഴുതി, ആ എല്ലാ നിയമങ്ങളും മാറ്റി എഴുതിയിരിക്കുന്നത് മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും അനുകൂലമായിട്ടാണ്. നമ്മുടെ ഇന്നലെ നടന്ന പണിമുടക്ക് നമ്മുടെ ലേബർ നിയമങ്ങളെ മാറ്റി 100 കൊല്ലത്തെ നമ്മുടെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അതായത് 100 വർഷമായി, 100 വർഷത്തിലേറെ, 1920 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് നിലവിൽ വന്നത്. അന്ന് മുതൽ നേടിയെടുത്ത നമ്മളുടെ ലേബർ അവകാശങ്ങൾ മുഴുവനും, ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ മുഴുവനും ചവിട്ടി ഒതുക്കി 4 കോഡുകളിലേക്കാക്കി മാറ്റി ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശം മുതലാളിമാർക്ക് പോലും നൽകുന്നു. അപ്പോൾ ഓണേഴ്സ് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ രീതിയിലേക്ക് ഉള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ റെന്റ് കൺട്രോൾ ആണെങ്കിലും അങ്ങനെ പല മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നിയമങ്ങൾ പോലും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെയാണോ നമ്മൾ ജുഡീഷ്യറിയിൽ പ്രതീക്ഷ വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു മരം നിൽക്കുന്നു, അതിൻ്റെ ഉള്ളിൽ മുഴുവൻ പൊള്ളയാണ് എന്ന അവസ്ഥ പോലെയും നമ്മുടെ ഈ കാലഘട്ടം മാറിയിട്ടുണ്ട്. കോർപ്പറേറ്റ് അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതങ്ങളെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഈ ചർച്ചയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അവസാനത്തെ സോഴ്സ് എന്ന രീതിയിലല്ല ജുഡീഷ്യറി കാണേണ്ടത്. മറ്റെല്ലാ എന്താ പറയുക പില്ലേഴ്സ്, അതായത് എക്സിക്യൂട്ടീവും എങ്ങനെയാണോ ലെജിസ്ലേറ്റീവും അതുപോലെ തന്നെയാണ് ജുഡീഷ്യറിയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 4ാം സോഴ്സായി നമ്മൾ കാണുന്ന നമ്മളുടെ മാധ്യമ മേഖലയും അതും എല്ലാം തന്നെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ, ആ മേഖലയാണ് നമ്മുടെ സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ രീതിയിലൊക്കെ നിന്നാൽ മാത്രമേ നമ്മളുടെ ജനാധിപത്യം എന്ന ആ വാക്കിൻ്റെ, ആ വെറുതെ എഴുതിയിരിക്കുന്ന വാക്കുകൾ അല്ല എന്നും അതിൻ്റെ ഒരു കാതൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അത്തരം ഒരു വിഷയം അവതരിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. അപ്പം ഇറാനിലൊക്കെ വലിയ രീതിയിലുള്ള 10,000 അവിടെ വലിയ രീതിയിൽ മരണപ്പെടുമ്പോൾ അതിൽ നല്ല ഒരു ഗ്രൂപ്പ് വനിതകൾ തന്നെയായിരുന്നു. കാര്യം ഇത് മുന്നിട്ടിറങ്ങി അവരുടെ അവകാശം പൂർണ്ണമായി നിഷേധിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ബംഗ്ലാദേശിൽ ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ടുകൾ വരുമ്പോൾ അവിടെ 50 സീറ്റ് വനിതകൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ. പക്ഷേ ആ റിസർവ് ചെയ്ത സീറ്റിൽ ഏത് വനിത വരണം എന്ന് അവിടെ തിരഞ്ഞെടുക്കുന്ന മെയിലായിട്ടുള്ള മത്സരിക്കുക. അവർ വന്നിട്ട് അവരുടെ പ്രൊപ്പോഷൻ പ്രസൻറ്റേഷൻ പ്രകാരം MLA-മാരുടെ പ്രാതിനിധ്യ പ്രകാരം ആളിനെ വെക്കുകയാണ് എന്ന് പറയുമ്പോൾ നോമിനേറ്റ് ചെയ്യുകയാണ്. അതാണ് രസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സാഹചര്യമാണ്. പക്ഷേ നമുക്ക് ആ സാഹചര്യമല്ല. നമുക്ക് ഭരണഘടനാപരമായി അവകാശമുണ്ട്, അധികാരമുണ്ട്, റൈറ്റ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ റൈറ്റ് നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ള ഒരു ആംഗിളാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ റേസ് ചെയ്യപ്പെട്ടത്. വനിതകൾ അങ്ങനെ ആക്റ്റീവായിട്ട് ഇറങ്ങാൻ റോൾ കൊടുത്താൽ പോലും ചിലരെങ്കിലും മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ ചില സാഹചര്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അല്ല മികച്ച പാർലമെൻറ്റ് പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ പലപ്പോഴും വനിതകളാണ് വരുന്നത്, അതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അവിടെ ചില ഹെർഡിൽസ് നിലവിൽ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. ഓക്കെ, നമുക്ക് വീണ്ടും ഈ ജുഡീഷ്യൽ ആക്ടിവിസം അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഒരു വലിയ റോള് 2 മേഖലയാണ് ജുഡീഷ്യറി കൈകാര്യം ചെയ്തത്. ഒന്ന് നമുക്ക് കേസുകളും വഴക്കുകളും. പിന്നെ ഭാരതം പോലുള്ള ഒരു രാജ്യത്ത് കേസിനും വഴക്കിനും ഒരു കാലത്തും കുറവുണ്ടാകത്തില്ല. വർഷങ്ങൾ കഴിയും തോറും ഇത് മാക്സിമത്തിലേക്ക് പോകും. ഇപ്പം 3 കോടിയൊന്നും അല്ല, അതിലൊക്കെ വളരെ ഏറെ കേസുകൾ കെട്ടിക്കിടക്കുന്നു. 10 കഴിഞ്ഞാലും ഇതിന് ന്യായങ്ങളൊന്നും വരുന്നില്ല. ആ സമയത്താണ് ലോകസഭ ഗവൺമെൻറ് സംവിധാനത്തിൽ ന്യായ സംവിധാനം താഴേക്ക് വരികയും പ്രാദേശിക തലങ്ങളിലെ ചർച്ചകളിലൂടെ കോടതികളിൽ പോകേണ്ട പല കേസുകളും ഒക്കെ തന്നെ അവിടെ തന്നെ ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊണ്ട് മനുഷ്യർ തമ്മിൽ അടുപ്പത്തിലേക്ക് പോകാനുള്ള ഒരു ഫ്രെയിം വർക്ക് ആൾറെഡി നടന്നിട്ടുണ്ട്. ശരിക്കും പ്രാദേശിക കോടതികൾ അതൊരു ഈ പറഞ്ഞൊരു വളരെ ബോൾഡായിട്ടുള്ള ഒരു ഭരണഘടനാ ബേസിൽ നിന്ന് അപ്പുറം
മാനുഷികമായ മുഖമുള്ള ആൾക്കാരിലൂടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബദൽ സംവിധാനം, ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ കേസുകൾ മറ്റു കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ബദൽ സംവിധാനം നമുക്ക് ആലോചിച്ചുകൂടി. പഞ്ചായത്തിൽ തന്നെ ആൾറെഡി ലീഗൽ വിങ്ങുകളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിന് കുറച്ചും കൂടെ ഓതൻറ്റിക്കായി ഒരു ജനകീയ സമിതികളിൽ വരികയും ആ സമിതികളിലൂടെ നമുക്ക് ഇത്തരം ഇടപെടലുകൾ നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. എനിക്ക് തോന്നുന്നത് ജയശങ്കർ സാറിന് അതിനെക്കുറിച്ച് പറയാനുണ്ടാകും. സാറിലേക്ക് ഞാൻ അല്ല, ഈ ബദൽ തർക്ക പരിഹാര സംവിധാനങ്ങൾ അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷകരമായിട്ട് തോന്നും. ഈ ഹൈക്കോടതിയിലൊക്കെ തന്നെ മീഡിയേഷൻ ഉണ്ട്, സബോർഡിനേറ്റ് ജുഡീഷ്യലും ഉണ്ട്, പല കേസുകളും അതിൽ ഒത്തീർപ്പാവുന്നുമുണ്ട്. വളരെ എളുപ്പത്തിൽ തീർന്നു പോകാവുന്ന കേസുകൾ ചിലപ്പോൾ പതിറ്റാണ്ടുകൾ ഫൈറ്റ് ചെയ്തതിന് ശേഷം ആൾക്കാർക്ക് വിവേകം ഉണ്ടാകും, അപ്പോൾ ഒത്തീർപ്പാവും. കോടതിയിൽ വെച്ച് തന്നെ ഒത്തീർപ്പാവുന്ന കേസുകളുണ്ട്. പക്ഷേ ഇതിലെ ഒരു വലിയ അപകടം സത്യത്തിൽ ഈ സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന രീതിയിലാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വലിയ ഒരു തട്ടിപ്പ് വെച്ചാൽ വേറെ രീതിയിലാണ്. ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ ആ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും അധികം നേട്ടം ഉണ്ടാക്കുന്നത് ഈ കുത്തകൾ. കോർപ്പറേറ്റുകൾക്ക് കോർട്ട് ഫീസ് കൊടുക്കാതെ ആദ്യം തന്നെ അവിടെ കൊണ്ടൊരു പെറ്റീഷൻ കൊടുക്കാം. അപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചു വരുത്തും, അവിടെ വെച്ചൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കും. അപ്പോൾ സംഗതി 20 മറ്റവന് കോർട്ട് ഫീസ് കൊടുക്കണ്ട, അവന് സമയം ലാഭം, പണം ലാഭം, മൊത്തം കാര്യങ്ങൾ സൗകര്യമായി. ഇത് ആരും ശ്രദ്ധിക്കില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു കൃഷ്ണനായർ ലീലാമണിയമ്മ തമ്മിലുള്ള കുടുംബ കേസ് 25 കൊല്ലമായിട്ട് കേസ് കുടുംബ കോടതിയിലും പിന്നെ ഹൈക്കോടതിയിലും ഒക്കെ ഉദരം കിടക്കാൻ പറ്റിയതായിരിക്കും. പക്ഷേ പെട്ടെന്ന് ഒത്തീർപ്പാകുമ്പോൾ ആൾക്കാർക്ക് രോമാഞ്ചോട്ടോ, പ്രശ്നം തീർന്നില്ല, നമുക്കൊക്കെ ഉണ്ടായിട്ട്. പക്ഷേ ഇതല്ല ശരിക്കും നടക്കുന്നത്. ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ എന്ന് പറയുന്നത് മറ്റേ പാർട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അടിസ്ഥാനപരമായ ഒരു വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ജുഡീഷ്യൽ ആക്ടിവിസം വാൻഡലിസമായി. അതിനേക്കാൾ വലിയൊരു അപകടം നമ്മുടെ ജുഡീഷ്യയെ മാത്രമല്ല ജനാധിപത്യത്തെ മൊത്തത്തിൽ ബാധിച്ചത്. ഒന്നാമത് കറപ്ഷനാണ്. പണ്ട് ഈ നെഹ്റുവിൻ്റെ കാലത്തോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും കറപ്ഷൻ, ജുഡീഷ്യറിയിൽ കറപ്ഷനില്ല. ജഡ്ജിമാരെക്കുറിച്ച് നമുക്കുള്ളൊരു സങ്കല്പം, ജഡ്ജിമാർ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്, അവർക്ക് തെറ്റുപറ്റാം, പക്ഷേ അവരൊരിക്കലും അഴിമതിക്കാരാകുകയില്ല എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇവിടെയാണ് ഏറ്റവും കറപ്ഷൻ കുറവുള്ളത്. തീരെ ഇല്ല എന്ന് തന്നെ പറയാം, താരതമ്യേന വളരെ നിസ്സാരം. പക്ഷേ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും ഈ നീതിന്യായ സംവിധാനത്തിലെ അഴിമതി വളരെ കൂടുതൽ. തമിഴ്നാടാണ് അതിൻ്റെ ഒരു തുടക്കം കുറിച്ചത്. പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയവുമായിട്ട് നീതിന്യായ സംവിധാനത്തിലെ അഴിമതിക്ക് ഒരു ബന്ധമുണ്ട്. നമ്മളിപ്പോൾ ആ വിഷയത്തിലേക്ക് പോയാൽ തീരുവില്ല എന്നുള്ളത് ഞാൻ അതിലേക്ക് പോകുന്നു. അതുപോലെ കുപ്രസിദ്ധമായ പല ഹൈക്കോടതികളുണ്ട്. മദ്രാസ് ഹൈക്കോടതിയുണ്ട്, അലഹബാദ് ഹൈക്കോടതിയുണ്ട്, പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഈ അഴിമതി സംവിധാനത്തിൻ്റെ ഭാഗമാണ്, സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അഴിമതി. അത് ഒരു കാര്യം. പിന്നെ ഇതിനെ സുപ്രീം കോടതി പോലും അതിന് അപവാദമല്ല. സുപ്രീം കോടതിയിലെ പല ജഡ്ജിമാർക്കെതിരായിട്ടും കേവലം അപവാദമല്ല, ഏറെക്കുറെ തെളിയിക്കപ്പെട്ട അഴിമതി കേസുകൾ തന്നെ ഉണ്ട്. ഇപ്പോൾ സമീപകാലത്ത് ഡൽഹിയിൽ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ട് കിട്ടിയില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ വല്ല RTOമാരുടെയൊക്കെ വീട്ടിൽ നിന്നാണ് ഇങ്ങനെ നോട്ട് കിട്ടും, അല്ലെങ്കിൽ സബ് രജിസ്ട്രാർമാരുടെ വീട്ടിൽ നിന്ന് കിട്ടും. അതുപോലെയാണ് ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ട് കെട്ടുകൾ കണ്ടു കിട്ടുന്നത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ ഒരു വിഖ്യാതമായൊരു ഉദാഹരണം പറയാം. ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രമണ, NV രമണ എന്ന് പറഞ്ഞാൽ തെലുങ്ക് നാട്ടിൽ നിന്നുള്ള ഒരു ആന്ധ്രക്കാരനായ ജഡ്ജിയാണ്. അയാൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ എന്തോ ബന്ധുവോ അങ്ങനെ എന്തോ ആണ്. ഇയാളെക്കുറിച്ച് അഴിമതി ആരോപണം ഉന്നയിച്ചത് ചെറിയ ആളല്ല. ഇയാൾ അറിയപ്പെട്ടിരുന്ന ഒരു അഴിമതിക്കാരനാണ്. നീതിന്യായ വൃത്തങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ തന്നെ പ്രസിദ്ധമാണ്. ഈ രീതി അദ്ദേഹത്തെക്കുറിച്ച് അഴിമതി ആരോപണം 1, 2, 3, 4, 5, 6, 7, 8 എന്ന് എഴുതി കൊടുത്തത് എന്നെപ്പോലെ നിങ്ങളെപ്പോലുള്ള ഒരാളല്ല. അന്ന് ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്ററായിരുന്ന YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ ഇതാ ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന, അന്ന് ആയിട്ടില്ല, ആകാൻ പോകുന്നുള്ളൂ, ആകാൻ പോകുന്ന രമണ ഇന്ന അഴിമതികൾ നടത്തിയിരുന്നു, അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസായിട്ട് പ്രൊമോട്ട് ചെയ്തത്. ഇത്രയുള്ള ആവശ്യം. അത് ആഭ്യന്തര മന്ത്രാലയത്തിൽ കിട്ടി, നിയമ മന്ത്രാലയത്തിൽ കിട്ടി, ചീഫ് മിനിസ്റ്റർ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ കിട്ടി, രാഷ്ട്രപതിയുടെ ഓഫീസിൽ കിട്ടി, എല്ലാ ഓഫീസിലും കിട്ടി. ആരും ഒരു നടപടി എടുത്തില്ല. അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ അതിന് പിന്നെ ഒരു പരിഹാരമുള്ളത് എന്താ? ഈ പരമോന്നത നീതിപീഠത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച YS ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ കോടതി ലക്ഷ്യം നടപടി എടുക്കണ്ടേ? ചെറിയ ആളല്ലല്ലോ. വല്ല നടപടി എടുത്തോ? ഇല്ല. അതെന്തെടുക്കാൻ? ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണല്ലോ. ഒന്നുകിൽ ഇയാൾ അഴിമതിക്കാരനാണ്, അയാൾ ചീഫ് ജസ്റ്റിസായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ
ഇങ്ങനെ ഇത്രയും കളവായ അടിസ്ഥാനരഹിതമായ എന്ന് മാത്രമല്ല നമ്മുടെ നീതിന്യായ സംവിധാനത്തെ മൊത്തത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ആരോപണം ഉന്നയിച്ച് ഉത്തരവാദിത്തമുള്ള ആളല്ല. രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. വല്ല നടപടി എടുത്തോ? ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ. ഇനി പക്ഷേ ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇതൊന്നുമല്ല. നമ്മുടെ ഈ മൊത്തം സംവിധാനത്തെയും കോർപ്പറേറ്റുകൾ വിഴുങ്ങിക്കഴിഞ്ഞു. അതിന് സുപ്രീം കോടതി ഒരു അപവാദം. അതാണ് ശരിക്കുള്ള പ്രശ്നം. ഈ വർഗീയതയും മറ്റതൊക്കെ പുറമേക്ക് കാണുന്ന ചില ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള സാധനമാണ്. ശരിക്കുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ വലതുപക്ഷം അഥവാ കമ്പോള മൂലധനം എന്ന് പറഞ്ഞ പാർട്ടീസ് അവർ പൂർണ്ണമായിട്ടും ഈ ജനാധിപത്യ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തല്ല, അവർ കംപ്ലീറ്റ് കൈക്കലാക്കി. അപ്പോൾ ലെജിസ്ലേച്ചർ ആ രീതിയിലാവുന്നു, എക്സിക്യൂട്ടീവ് പണ്ടേ ആയി കഴിഞ്ഞു, ജുഡീഷ്യറിയും ആ രീതിയിലായി, മാധ്യമങ്ങളും ആ രീതിയിലായി. ഇതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അപജയം. ഇതാണ് അതിന് വളരെ എളുപ്പത്തിൽ വഴിപ്പെട്ടു പോയ ഒന്നാണ് നമ്മുടെ ജുഡീഷ്യറി. പിന്നെ ജുഡീഷ്യറിക്ക് ഇവിടെ ആശ സൂചിപ്പിച്ച ഒരു ഫ്യൂഡൽ സെറ്റപ്പ് പണ്ടേ ഉണ്ട്. ആ ഫ്യൂഡൽ സംവിധാനത്തിൽ നിന്ന് അതിനൊരിക്കലും പുറത്തിറക്കാൻ പറ്റിയില്ല, ഇപ്പോഴും പുറത്തിറക്കാൻ പറ്റിയില്ല. പക്ഷേ അതിനു മുമ്പായിട്ട് ഈ നീതിന്യായ സംവിധാനം അടക്കം നമ്മുടെ ജനാധിപത്യത്തെ പരിപൂർണമായിട്ടും ഈ കുത്തക എന്ന് വെച്ചാൽ പഴയ ടാറ്റ ബിർള പോലത്തെ കുത്തകളല്ല, പുതിയ കാലത്തെ അദാനി അംബാനി രീതിയിലുള്ള കുത്തകകൾ കൈക്കലാക്കി. ഇതാണ് സംഭവം. അതിൻ്റെ അകത്ത് നിന്നിട്ടാണ് നമ്മളിതൊക്കെ ചർച്ച ചെയ്തത്. മനസ്സിലായി? ഇപ്പം നമ്മൾ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് കോളേജിൻ്റെ മുറ്റത്തിരുന്നുകൊണ്ട് നമ്മൾ ജുഡീഷ്യൽ ആക്ടിവിസത്തെ കുറിച്ച് ചർച്ച ചെയ്തു. ഇതൊന്നും അല്ല പ്രശ്നം. ഈ സംവിധാനത്തെ പൂർണ്ണമായിട്ടും മറ്റവർ ഗ്രസിച്ചു. ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് സാധാരണ പൗരന്മാർക്കുള്ള ഏറ്റവും വലിയ ഒരു പരാതി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നമെന്നുള്ളത് ഈ ഹൈക്കോടതി, സുപ്രീം കോടതി ആ പരിധിയിലേക്ക് പോകുന്ന കേസുകൾ അതൊരു അപ്പർ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടൊക്കെ ഉയരങ്ങളിൽ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കോടതി സംവിധാനമാണെന്നും സാധാരണ മനുഷ്യൻ ഇപ്പോഴും ഈ കോടതികൾ അനുകൂലമായി എത്തുവാനോ കേസുകൾ ഡീൽ ചെയ്യാനോ ഒരു അവസ്ഥ നിലവിലുണ്ടോ? കാര്യം ഗവൺമെൻറ്റൊക്കെ ആൾട്ടർനേറ്റീവ് സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്, ലോക്കൽ പഞ്ചായത്ത് ലെവലിലും വാർഡ് ലെവലിലൊക്കെ വക്കീലന്മാരടക്കം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സത്യസന്ധമായി നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ നോക്കിച്ചാൽ ഈ ഉന്നത കോടതികളിൽ സാധാരണ പൗരൻ്റെ അവൻ്റെ റൈറ്റ് വയലേഷൻ ആയിക്കോട്ടെ, അവൻ്റെ പ്രോപ്പർട്ടി വയലേഷൻ ആയിക്കോട്ടെ, എനിവേ ഇങ്ങനെയുള്ള കേസുകൾ ഇപ്പോഴും എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ സമഗ്രമായൊരു മാറ്റം സാധാരണ ഏതൊരു ഭരണഘടന വിഭാവന ചെയ്യുന്നത് ഏതൊരു പൗരനും ഇക്വാളിറ്റിയും ഈക്വൽ പ്രിഫറൻസും ഈക്വലായിട്ടുള്ള ഡിഗ്നിറ്റിയും ഒക്കെ തന്നെ വിഭാവന ചെയ്യുന്ന ആ ഭരണഘടന നിൽക്കുന്ന രാജ്യത്ത് സാധാരണ ഒരു മനുഷ്യന് ഈ ഉന്നത കോടതികളെ അപ്രോച്ച് ചെയ്യാനുള്ള സാഹചര്യം നിലവിലില്ല. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് ഇത് വേണ്ടിവരിക എന്നുള്ളത് സാറ്? ഇത് കുറച്ച് സങ്കീർണമായ ചോദ്യമാണ്. സാധാരണക്കാർക്ക് ഉന്നത കോടതികൾ ഒട്ടുമല്ല അത്രമേൽ പ്രാപ്യമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതൊക്കെ ഘടനാപരമായി തന്നെ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പലർക്കും സുപ്രീം കോടതി വരെ ഒരു മണിക്കൂറിന് 5-10 ലക്ഷം ഫീസ് വാങ്ങുന്ന അഭിഭാഷകരെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയേക്കും. പലർക്കുമല്ല, ചിലർക്ക്. മറ്റ് ഭൂരിപക്ഷത്തിനും അക്കാര്യം ആലോചിക്കാനേ പറ്റില്ല. അത് വാസ്തവത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരുകളും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും ഒക്കെയാണ്. എന്നെ വളരെ പെർപ്ലക്സ്ഡ്, ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ ന്യായാധിപന്മാരെ നിയമിക്കുന്നതും സ്ഥലം മാറ്റുന്നതും കോടതികളുടെ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഒക്കെ ഇപ്പം കൊളീജിയം എന്ന സിസ്റ്റമാണ്. കഴിഞ്ഞ 93-ലെ സെക്കൻഡ് ജഡ്ജസ്, 98-ലെ തേർഡ് ജഡ്ജസ് ആക്ട്, അങ്ങനെ കൊളീജിയം സിസ്റ്റത്തെ പറ്റി VR കൃഷ്ണയ്യർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ഇത്രമേൽ രഹസ്യാത്മകവും അദാര്യവും നിയമബാഹ്യവും
ഒരു തരം അരാജകത്വം കൊടികുത്തി വാഴുന്നതുമായ ഒരു സംവിധാനമാണ് ഈ കൊളീജിയം സിസ്റ്റം. നമ്മൾ കേരള ഹൈക്കോടതിയിലൊരു ജഡ്ജി വരുന്നു സുപ്രഭാതത്തിൽ. ഈ ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി ആവട്ടെ ഹൈക്കോടതി ആവട്ടെ, ഈ ജഡ്ജി എങ്ങനെ നിയമിക്കപ്പെടുന്നു, എന്താണതിൻ്റെ മാനദണ്ഡം, ഏതെങ്കിലും നിയതമായ ചിട്ടവട്ടങ്ങളിലൂടെയാണോ ഇവരൊക്കെ വരുന്നത്? ഈ കൊളീജിയമാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. വളരെ രഹസ്യാത്മക സ്വഭാവമുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അത് നിഷ്പക്ഷമാണെന്ന് നമ്മൾ കരുതുന്നു, പക്ഷേ അതൊന്നും ഒട്ടുമേ അത്രമേൽ നിഷ്പക്ഷമല്ല എന്നാണ് പല ആളുകളും പറയുന്നത്. അപ്പോൾ ഈ കൊളീജിയം സംവിധാനത്തിനെതിരെ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ, അത് വേറൊരു തരം കൊളീജിയാണ്, രാഷ്ട്രീയക്കാരുടെ കൊളീജിയം. അപ്പോൾ ഇതിന് രണ്ടിനുമിടയിൽ ഒരു ചെകുത്താനും കടലിനും പെട്ട് കിടക്കുകയാണ് നമ്മൾ. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ഇതിൻ്റെ ഒരവസ്ഥയെപ്പറ്റി അറിയാൻ. അല്ല, ഇത് സംഗതി ഞാൻ ലളിതമായിട്ട് പെട്ടെന്ന് ഷിനാസിന് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഈ കൊളീജിയത്തെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ സെക്കൻഡ് ജഡ്ജസ് കേസ്, അതിലാണ് ഈ സംവിധാനം വരുന്നത്. പിന്നെ തേർഡ് ജഡ്ജസ് കേസിലാണ് ഇത് ചിരപ്രതിഷ്ഠ നേടുന്നത്. അപ്പോൾ ഈ വിധികളൊക്കെ വന്നപ്പോൾ സന്തോഷിച്ച ഒരാളാണ് ഞാൻ. വിചാരിച്ചു ഇനി മേലിൽ ജഡ്ജിമാരുടെ നിയമനം കുറേ കൂടി ഫലപ്രദമാകും. കാരണം ജഡ്ജിമാരാണല്ലോ ജഡ്ജിമാരെ തീരുമാനിക്കുന്നത്. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ, കരുണാകരൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ടിരുന്ന ജഡ്ജിമാരെക്കാളും നിയമപാണ്ഡിത്യമോ കേസ് നടത്തിയുള്ള പരിചയമോ കേസ് വിധിക്കാനുള്ള പ്രാപ്തിയോ കുറഞ്ഞവരാണ് ഇപ്പോൾ ജഡ്ജിമാരായിട്ട് വരുന്നത്. അപ്പോൾ ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഞാൻ സമയം എടുത്തോട്ടോ, പബ്ലിക്കിന് കൊടുക്കട്ടോ, ഓർമ്മ. ഞാൻ പറഞ്ഞ 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഈ കാര്യങ്ങൾ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമായി ചർച്ചയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. എങ്കിലും വളരെ അനുഭവമുള്ള അല്ലെങ്കിൽ കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണ്ട പലരും ഇതിനകത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്ന വ്യക്തികളോടൊക്കെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും സജഷൻസും ഒക്കെ ചർച്ച ചെയ്യാനുള്ള വേദിയാണ്. നിങ്ങൾക്കതിൽ പങ്കെടുക്കാം. ഹലോ, ജുഡീഷ്യറിയിലെ ബ്രാഹ്മണിസം ആൻഡ് സെക്സിസത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നന്നായിരിക്കും തോന്നി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് പുരുഷന്മാർ ഇരിക്കുന്ന ഒരു സ്ഥലത്ത്, ജുഡീഷ്യറി ആയാലും വേറെ ഏത് വേദിയിലായാലും, അതിന് ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ മോറൽ സുപ്പീരിയോറിറ്റി എപ്പോഴും പുരുഷന്മാർക്കായിരിക്കും. അവരനുവദിക്കണം ഇക്വാലിറ്റി, അവരായിരിക്കണം എന്താ പറയുക, അവർ വരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഞങ്ങൾ ഇക്വാലിറ്റി തരുന്നുണ്ട്, നിങ്ങൾ വരുന്നില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ജുഡീഷ്യറിയുടെ മോറൽ സുപ്പീരിയോറിറ്റി ഉണ്ട്. അവർ കുറേ അപ്പർ കാസ്റ്റ് ഇരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അറിഞ്ഞു UGCയുടെ ഈ SC/ST വിഭാഗക്കാർക്കെതിരെ ഈ സവർണ വിഭാഗങ്ങൾ സമരം ചെയ്തതും സുപ്രീം കോടതി എങ്ങനെ അതിൽ ഇടപെട്ടത് എന്നൊക്കെ. അപ്പോൾ അതിലെ ബ്രാഹ്മണിസം പിന്നെ സെക്സിസം ഇതിനെക്കുറിച്ചൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ജുഡീഷ്യറി, പ്രത്യേകിച്ച് നമ്മുടെ ഹയർ ജുഡീഷ്യറി, അതിൽ തന്നെ സുപ്രീം കോടതി, വിവിധ ഹൈക്കോടതികളിലൊക്കെ അപ്പർ കാസ്റ്റ് ഹിന്ദുസിനാണ് മേൽക്കോയ്മയുള്ളത്. സ്വാഭാവികമായിട്ടും അവരുടെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഔട്ട്ലുക്ക് വിധികളെ ബാധിക്കും, ഒരു സംശയവും വേണ്ട. ഇനി ഈ പിന്നാക്ക സമുദായത്തിൽ നിന്നോ അല്ലെങ്കിൽ പട്ടിക വിഭാഗത്തിൽ നിന്നോ തന്നെ ഉയർന്നു വന്ന ആളുകൾ, അവർ പോലും ഇതിനാൽ സ്വാധീനിക്കപ്പെടും. അതാണ് അതിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നമ്മൾ എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളൂ, കുറേ കൂടി സോഷ്യോളജിക്കൽ ആന്ത്രപ്പോളജിക്കലായിട്ടുള്ള പഠനത്തിലേക്ക് പോകേണ്ടി. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്കും ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ അപ്പർ കാസ്റ്റിൻ്റെ മാത്രമല്ല അപ്പർ ക്ലാസിൻ്റെ ആശയങ്ങളെ അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവർ ഈ ഇടത്തരത്തിൽ നിന്ന് വരുന്നവരും അതിൽ താഴെ നിന്ന് വരുന്നവരും. ഞാൻ വേറൊരു കാര്യത്തിൽ കൂടി പറയാം. പണ്ട് ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞു തുടങ്ങിയില്ല, പണ്ട് കാലത്ത് ഈ ലാൻഡഡ് ജെൻഡറി എന്ന് പറയുന്ന ആളുകൾ, വലിയ സെമീന്ദർമാരുടെ മക്കൾ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചവരൊക്കെയാണ് ജഡ്ജിമാരായിട്ട് വന്നിരുന്നത്. ആ ആളുകളെക്കാളും പിന്തിരിപ്പന്മാരാണ് പിന്നീട് വന്ന ആളുകൾ. ഈ ജുഡീഷ്യൽ ആക്ട് തുടങ്ങിയ കാലത്ത് ജസ്റ്റിസ് കോക സുബ്രാവു അല്ലെങ്കിൽ ഹിദായത്തുള്ള അല്ലെങ്കിൽ ഗ്രോവർ, ഹെഗ്ഡെ, ഷേലാട്ടൊക്കെ വരുന്നത് ഈ വിദേശത്ത് പോയി പഠിച്ചവരാണ്. ലിങ്കൺ സിറ്റിയിൽ നിന്നൊക്കെ ബാരിസ്റ്റർമാരായിട്ട് വന്നവർ. ഇവിടെ നിന്ന് നമ്മുടെ സാധാരണ കോഴിക്കോട് ലോ കോളേജ്, എറണാകുളം ലോ കോളേജിൽ നിന്നൊക്കെ പഠിച്ചു വന്ന ആളുകൾ
ആ നിലയിൽ എത്തിയില്ല. അവർ എത്തിയപ്പോൾ എന്ത് പറ്റി? മറ്റവരെക്കാളൊക്കെ പിന്തിരിപ്പും വരും, 6 ബോറന്മാരുമായിട്ട് മാറി. അതൊന്ന്. ഇനി സ്ത്രീ അത് അതിനേക്കാൾ കഷ്ടമാണ്. ഇപ്പോൾ ആശ എന്നെ തല്ലു എന്നാലും ഞാൻ പറയാം, പുരുഷ ജഡ്ജിമാരെക്കാൾ തല്ലിപ്പൊളികളാണ്. ഇപ്പൊ ഈ നടിയുടെ കേസ് നിങ്ങൾ വായിച്ചില്ലേ? ആ നടിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഇതിന്റെ വിചാരണ സ്ത്രീ ജഡ്ജിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ അതൊരു പുരുഷ ജഡ്ജിയാണെങ്കിൽ ഇവന്മാരെ മുഴുവൻ ചിട്ടിച്ചനെ. സൂര്യപ്രകാശം കാണരുത്, തെളിവില്ലാത്തതുകൊണ്ടല്ല, നിയമം ഇല്ലാത്തതുകൊണ്ടല്ല, ആ ജഡ്ജിയുടെ ബയാസ്. സത്യം, ഞാൻ ഈ പറഞ്ഞ തരി പോലും അതിശോക്തിയില്ല. നമ്മൾ ഈ കുടുംബ കോടതിയിലൊക്കെ പോയി കേൾക്കും പറയാം, കുടുംബ കോടതിയിൽ ജഡ്ജി പുരുഷനാണെങ്കിൽ അയാളുടെ ചായ്വ് സ്വഭാവേന ഈ ഭാര്യയുടെ ബാധിക്കും. ഈ കുടുംബ കോടതിയിലെ ജഡ്ജി വനിതയാണെങ്കിൽ പേടിക്കേ വേണ്ട, ഭാര്യയുടെ കാര്യം കട്ടപ്പോകെ. ഞാൻ തമാശ പറഞ്ഞല്ല. ഇപ്പം സബോർഡിനേറ്റ് ജുഡീഷ്യൽ 60% സ്ത്രീ, 60%. ഇപ്പോൾ മുനിസിപ്പൽ മജിസ്ട്രേറ്റൊക്കെ ആയിട്ട് കിട്ടി വരുന്നത് ബഹുഭൂരിപക്ഷം. നിങ്ങൾ ഒരു എറണാകുളത്ത് വന്നേ കാണിച്ചാൽ മജിസ്ട്രേറ്റുമാർ മുനിസിപ്പൽമാരൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ ഒരാളെ മറ്റുള്ളൂ പുരുഷനായിട്ട്, ബാക്കിയെല്ലാം സ്ത്രീകളാണ്. മിക്കവാറും എല്ലാ സ്ഥലത്തും വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ ലോകം. ഭയങ്കര കുഴപ്പം പിടിച്ച സ്ഥലം. ഒരാൾക്കൂടി ചോദിക്കാം കേട്ടോ ക്വസ്റ്റിനെ. മാഡത്തിൻ്റെ ഒരു അഭിപ്രായം കഴിഞ്ഞിട്ട് അതിലേക്ക്. പുരുഷ ജഡ്ജിമാർ സ്ത്രീ ജഡ്ജിമാർ എന്നുള്ള അപ്പുറത്ത് ഇന്ന് ഞാൻ പറയുന്നൊരു എളുപ്പത്തിൽ മനസ്സിലാവാൻ, ഈ ബാനർ പിടിക്കുന്ന ജാഥകളുടെ ബാനർ പിടിക്കുന്ന ആരാ? സ്ത്രീകളാണ്. ആ സ്ത്രീകൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ, ബാനർ വായിച്ചിട്ട് പോലാണോ ബാനർ പിടിക്കണമെന്ന് എനിക്കറിയില്ല. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഫോട്ടോ വരുന്ന സമയത്ത് 2 സ്ത്രീകൾ ബാനർ പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. ഇവരിതിൻ്റെ നേതാവോ യാതൊരു അണി പോലും ആയിരിക്കില്ല. ഭർത്താവ് വിളിച്ചു വന്നുകൊണ്ട് വരികയോ അങ്ങനെയൊക്കെ വരുന്ന പലരും ഈ ബാനറിൽ എഴുതണ വാക്കുകൾ ഉൾക്കൊണ്ടിട്ട് പോലും ആയിരിക്കില്ല. എപ്പോഴും ഈ ട്രഡീഷൻ്റെ ക്യാരി വാഹകരായിട്ട്, അത് മുഴുവൻ ഇങ്ങനെ ചുമന്ന് നിറക്കേണ്ട ആളുകളും അമ്മായിയമ്മ തന്നെയാണ് മരുമകളെ ഉപദ്രവിക്കുന്നതല്ലോ എന്ന് പറയും എന്ന രീതിയിലൊക്കെ എപ്പോഴും സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ടൂളായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ സമുദായത്തിലും എല്ലാ സംഘർഷങ്ങളിലും കാണാം. ഇപ്പം ബ്രിട്ടീഷ് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരായി ജനിച്ചു വളർന്ന മനുഷ്യരാണ് നമ്മളെ അടിച്ചിരുന്നത്, നായർ പടയാളികളാണ് നമ്മളെ ഉപദ്രവിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇപ്പോൾ ഒരു തൊഴിലെടുക്കുന്ന കർഷക തൊഴിലാളിയെ അടിക്കുന്നത് മറ്റൊരു കർഷക തൊഴിലാളിയാണ്, അല്ലെങ്കിൽ മറ്റൊരു ആ നാട്ടിലെ മനുഷ്യനാണ്, അല്ലാണ്ട് സായിപ്പ് ഇറക്കി കൊണ്ടുവരുന്ന ആളൊന്നുമല്ല. സായിപ്പുമാർ വന്നിട്ടല്ല തല്ലുന്നത്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കെതിരെയുള്ള കാര്യങ്ങളും സ്ത്രീകൾ ചെയ്യുന്നത്. അത് ഞാൻ രൂപത്തിൽ സ്ത്രീ ആയതുകൊണ്ട് കാര്യമില്ല, അത് പുരുഷനായാലും സ്ത്രീ ആയാലും ട്രാൻസ്ജെൻഡർ ആയാലും ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായാലും അവർ സ്വാംശീകരിക്കേണ്ടുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഈക്വാളിറ്റി ആണെങ്കിലും ലിബർട്ടി ആണെങ്കിലും നൈതികതയാണെങ്കിലും അതുപോലെ തന്നെ സാഹോദര്യമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആ സ്വാതന്ത്ര്യം എല്ലാം തന്നെ അത് നമ്മൾ അങ്ങനെ സ്വാംശീകരിച്ചെടുക്കണം. ഞാൻ എൻ്റെ മനുഷ്യനാണ്, ഇതര സഹോദരൻ സഹോദരി ആണ് എന്ന രീതിയിൽ, അല്ലാതെ ഞാനൊരു മർദ്ദക ഉപാധിയാണ് എന്ന രീതിയിലാണ് അവരിയ്ക്കുന്നത്. പിന്നെ ഞാനും നിങ്ങളുടെ ഒപ്പം ഇരുന്നു കൊണ്ട് അങ്ങനത്തെ ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനും നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഉയരുന്നു എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അവിടെയും വളരെ തമാശയാണ്. അവിടെയും അതിൻ്റെ അകത്ത് ഒരു സംഗതി വരുന്ന സമയത്ത് ഇവരുടെ ഇടയിൽ കറുത്ത ജഡ്ജിനെ മാറ്റി നിർത്തും, കറുത്ത സായിപ്പ് എന്ന് വിളിക്കുന്ന പോലെ കറുത്ത ജഡ്ജിനെ മാറ്റി നിർത്തും, അല്ലെങ്കിൽ സ്ത്രീ ജഡ്ജിനെ മാറ്റി നിർത്തും. അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയി ഈ എന്താ പറയുക, ഒരു ടയറാണ് നമ്മൾ സിസ്റ്റം എങ്കിൽ നിറച്ച് ഓട്ട വീണ് കഴിഞ്ഞു, ഇത് ഓരോന്ന് കൊണ്ടുപോയി ഇങ്ങനെ പഞ്ചർ ഒട്ടിച്ചിട്ട് കാര്യമില്ല. ആ സിസ്റ്റത്തെ തന്നെ മാറ്റേണ്ടുന്ന സമയം അതിക്രമിച്ചു. നമ്മൾ രൂപത്തിൽ സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡറോ എന്നതല്ല, അത് എങ്ങനെയാണ് അതിൻ്റെ സത്തയിൽ നമ്മൾ പെരുമാറുന്നത് എന്ന് നോക്കിയിട്ടാണ് അത് മാനവനാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അത്ര മതി. പിന്നീട് നമുക്ക് സ്ത്രീയും പുരുഷനോ ഹിന്ദുവോ മുസ്ലിമൊക്കെ ആവാം, ആദ്യം മനുഷ്യനാവുക എന്നതാണ് പ്രധാനം. ഓക്കെ, താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ കൂടെ റേസ് ചെയ്യാം, ഒരു ഡൗട്ടും കൂടെ ക്ലിയർ ചെയ്യാം, അതിനുള്ള സമയമുള്ളൂ. ചോദ്യങ്ങളൊന്നും കൂടെ ഉണ്ടോ? ആരെങ്കിലും ഓഡിയൻസ് ഭാഗത്തുനിന്ന്? കുഴപ്പമില്ല. ഓക്കെ, അപ്പം സാറിന് കൺക്ലൂഡ് ചെയ്യാൻ. അല്ല, സത്യത്തിൽ ഞാൻ ഇന്നിവിടെ വന്നതെന്താ വെച്ചാൽ, ഞാൻ ഈ കോഴിക്കോട്ടുള്ള മറ്റെല്ലാ കോളേജിലും കാലങ്ങളായിട്ട് പോയിട്ടുണ്ട്. ഫറൂഖ് കോളേജിലാണ് ആദ്യം വന്നത്, പിന്നീട് സാമൂരിയുടെ ഗുരുവായൂരപ്പൻ കോളേജിൽ, പിന്നെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ, ദേവഗിരി കോളേജിൽ, പിന്നെ ഏറ്റവും ഒടുവിൽ പ്രൊവിഡൻസ് കോളേജിൽ വരെ പോയി. അപ്പോൾ ഈ ആർട്സ് കോളേജിൽ ഇതുവരെ വന്നിട്ടില്ല.
അപ്പോൾ ആർട്സ് കോളേജ് കാണാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യഥാർത്ഥത്തിലുള്ള വരവിൻ്റെ ഉദ്ദേശം. ഇവിടെ വന്ന സ്ഥിതിക്ക് ഇത്ര സംസാരിച്ചാലും സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ആശ പറഞ്ഞ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. അത് ഈ സ്ത്രീകളുടെ ലെജിസ്ലേച്ചറിലെ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ്. വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്ന ഒരു ചിന്താഗതി ഈ പാർലമെൻറ്റുകളുടെ മുത്തശ്ശി എന്ന് പറയുന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ജോൺ റസൽ, പ്രധാനമന്ത്രിയൊക്കെ ജോൺ റസൽ എന്ന് പറയുന്നത് ബർട്രൻഡ് റസലിൻ്റെ മുത്തച്ഛൻ. അദ്ദേഹം ആ കാലത്തെ ലിബറൽ പാർട്ടിയുടെ പ്രധാന നേതാവാണ്. പുള്ളി ഇങ്ങനൊരു പ്രപ്പോസലുമായിട്ട് വിക്ടോറിയ രാജ്ഞിയെ ചെന്നു. അപ്പോൾ രാജ്ഞി ഇത് വായിച്ച് പൊട്ടിച്ചിരിച്ചു. രാജ്ഞി പറഞ്ഞു, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം എന്താ അസംബന്ധമാണ്. ഇത് ചോദിച്ചത് രാജാവല്ലോ, രാജ്ഞിയാണ്. അങ്ങനെ ആ ബില്ല് അവതരിപ്പിക്കാൻ പോലും അനുവാദം കിട്ടിയില്ല. സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്തത് 1919 ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു. അന്ന് പക്ഷേ ഒരു ചെറിയ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. പുരുഷന്മാർക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായം 21 വയസ്സാണ്, സ്ത്രീകൾക്ക് 30 വയസ്സ്. കാരണം ഒരു സ്ത്രീ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ച് വോട്ട് ചെയ്യാനുള്ള ഒരു പാകതയൊക്കെ വരണം. അതൊരു 30 വയസ്സ്. ആ തെരഞ്ഞെടുപ്പിൽ മൊത്തം 18 സ്ത്രീകൾ മത്സരിച്ചു. അതിൽ 17 പേര് തോറ്റു. ഒരു സ്ത്രീ ജയിച്ചത്. ആ സ്ത്രീ ബ്രിട്ടീഷുകാരിയുമായിരുന്നില്ല. അവർ സംഗതി വശാൽ ഒരു അമേരിക്കക്കാരനെ കല്യാണം കഴിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പൗരത്വം കിട്ടിയ ഒരു അമേരിക്കക്കാരിയാണ്. അങ്ങനെയാണ് ആദ്യത്തെ വനിത MP ഉണ്ടാകുന്നത്. ഇപ്പോൾ മാഷ് പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റുണ്ട്. ബംഗ്ലാദേശിലെ കാര്യങ്ങൾ അത്ര മോശമല്ല. ബംഗ്ലാദേശിൽ ഈ 300 അംഗ നിയമസഭയിലേക്ക് പാർലമെൻറ്റിലേക്ക് 250 സീറ്റിലാണ് മത്സരം നടക്കുക. അതിൽ സ്ത്രീകൾക്ക് മത്സരിച്ചവർ ജയിച്ചവരുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പിന്നൊരു 50 സീറ്റ് മത്സരിക്കാതെ മെമ്പറാകുന്നത്, അതിപ്പോൾ ഈ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിയുടെ ആളുകൾ അവരെ നോമിനേറ്റ്. അങ്ങനെയാണ് ബംഗ്ലാദേശിലെ ജനാധിപത്യം. ഇനി മറ്റ് പല രാജ്യങ്ങളും ഇതിനേക്കാൾ കഷ്ടമാണ്. അമേരിക്കയിലും ഈ ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞിട്ട് 1919 19 20 19ാം ഭരണഘടനാ ഭേദഗതി മുഖേനയാണ് വരുന്നത്. ഫ്രാൻസിൽ 1945, സ്വിറ്റ്സർലൻഡിൽ 1971. മനസ്സിലായില്ലേ? നമുക്ക് അതിനൊക്കെ മുമ്പ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് അത്ര മോശമല്ല കേട്ടോ. പിന്നെ ലോകത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഉണ്ടായത് സിലോണിലാണ്, രണ്ടാമത്തെ ഇന്ത്യയിലാണ്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നത് പിന്നെ ശരിക്കും ഈ ചർച്ചകൾ ഈ കലാലയങ്ങളിൽ ഇതിങ്ങനല്ല. ഞാനൊക്കെ ചില വേദികളിൽ പറയാറുണ്ട്, ഒരു ക്ലാസ് റൂമുകളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേപോലുള്ള വ്യക്തിത്വങ്ങൾ വരികയും അവരുമായി സംഭാഷണം ഏർപ്പെടുകയും അങ്ങനെ ആ കുട്ടികളുടെ മനസ്സുകളിൽ ജനാധിപത്യ ബോധവും ഈ നീതിന്യായ സംവിധാനത്തിലുള്ള ബോധം വരികയും അവർ മുതിർന്ന പൗരന്മാരായി മാറി സമൂഹത്തെ മാറ്റുമ്പോഴാണ് റിയലി ഇതൊക്കെ സക്സസ് ആയി മാറുക. ഇത് നമ്മളൊരു പക്ഷേ ഇതിനെ ഞാൻ പ്രിയ ടീച്ചറൊക്കെ അനുമോദിക്കുന്ന കാര്യം വലിയൊരു ചടങ്ങ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ചടങ്ങാണ്. ഗവൺമെൻറ് കോളേജിൽ നടത്തുന്ന ഏറ്റവും വലിയ ചടങ്ങാണ് ഇത്, സംശയമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ അത് വളരെ അർത്ഥവത്തമാണ്. അവർ ഇതിൽ മുന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. ഒപ്പം തന്നെ ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഓരോ ക്യാമ്പസിൽ 10-60 പേരിരിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ സാറിനെ പോലുള്ള അല്ലെങ്കിൽ മഠത്തെ പോലുള്ള അല്ലെങ്കിൽ സാറിനെ പോലുള്ളവരിയ്ക്കുന്നു. 1-2 മണിക്കൂർ ചർച്ച ചെയ്യുന്നു. കാര്യപ്രസന്നമായ ചർച്ച കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മാറ്റം, ആ മാറ്റമാണ് യഥാർത്ഥ ഒരു പൗരസമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് നിദാനമായി മാറാൻ നിലവിലെ സാഹിത്യം നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അധ്യാപന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് വിദ്യാഭ്യാസം. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് പിന്നീട് മാറാൻ കഴിയട്ടെ. ഒപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ജയശങ്കർ സാറ്, ഞാൻ പറയേണ്ട കാര്യമില്ല, വളരെ രസകരമായി ആ കണ്ടൻറ്റ് അവതരിപ്പിക്കുകയാണ്. ഒതൻറ്റിക്കായിട്ടാണ് ആ കാര്യങ്ങൾ പറയുക. 100% ഞാൻ പലപ്പോഴും സാറിൻ്റെ പല യൂട്യൂബൊക്കെ ട്രെയിനിലൊക്കെ സഞ്ചരിക്കാൻ ഞാനങ്ങ് കേൾക്കുമ്പോഴൊക്കെ അതിനകത്ത് ഓരോ വാക്കുകളിനകത്തൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. അത് ഓപ്പണായി പറയുന്നൊരു വ്യക്തിത്വമാണ്. അതുപോലെ ഷിനാസ് സാറ് എൻ്റെ അദ്ദേഹം ഞങ്ങൾ 8 വർഷം ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ്. വളരെ വലിയ രീതിക്ക് അവർ ഡോക്ടറായി തുടങ്ങി, പിന്നീട് നാഷണൽ ഇൻ്റർനാഷണൽ രംഗങ്ങളിലൂടെ വളരെ രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഷിനാസ് സാറ്. അതുപോലെ അശമടം ഞാൻ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ വ്യക്തിപരമായ പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിൽ കാണുന്ന ഇപ്പോഴാണ്. വളരെ കാര്യപ്രസക്തമായ ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് കാര്യങ്ങൾ സാമൂഹ്യ രംഗത്തൊക്കെ ഇടപെടാൻ കഴിയുന്ന വ്യക്തിത്വമാണ്. രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഈ നിൽക്കുന്ന ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ്, ഇതിൻ്റെ സംഘാടകർ, എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.